गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ഓം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീമദ് ഭഗവത്ഗീത 5-ാം അധ്യായത്തിൻ്റെ ഒടുവിലെ ഭാഗങ്ങളാണ് ചിന്തിച്ചത്. വളരെ വിശദമായി കർമ്മ സന്യാസത്തെയും കർമ്മയോഗത്തെയും 5-ാം അധ്യായത്തിൽ നിരൂപണം ചെയ്തു. അവസാനം തത്വവിജ്ഞാനത്തിൻ്റെ സൂക്ഷ്മ സാധനയായ അഥവാ അന്തരംഗ സാധനയായ ധ്യാനയോഗത്തിൻ്റെ സൂചന തരികയുണ്ടായത്. വിശദീകരിച്ചിട്ടില്ല. വെറും 2 ശ്ലോകങ്ങളിൽ അതിസൂക്ഷ്മമായ ആത്മസംയമത്തിൻ്റെ അഥവാ ധ്യാനത്തിൻ്റെ സൂചന തന്നു. അത് കഴിഞ്ഞ് സർവയജ്ഞ തപസ്സുകളുടെയും ഭോക്താവിനെ, സർവലോക മഹേശ്വരനെ, സർവഭൂത സുഹൃത്തിനെ, അങ്ങനെയുള്ള എന്നെ അറിഞ്ഞാൽ അത്യന്തമായ ശാന്തിയെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. ഇതാണ് ധ്യാനയോഗത്തിൻ്റെ ലക്ഷ്യം. ഇപ്പൊ 2 ശ്ലോകങ്ങളിൽ എന്താണ് ധ്യാനയോഗമെന്നും 1 ശ്ലോകത്തിൽ അതിൻ്റെ ലക്ഷ്യമായ പരാം ശാന്തിയെയും വർണ്ണിച്ച് 5-ാം അധ്യായം ഉപസംഹരിച്ചു. ഇവിടെ ഭഗവാൻ ഉപദേശിച്ച ആശയങ്ങളെ സംബന്ധിച്ച് സംശയങ്ങൾ വരുമ്പോൾ അഥവാ വിശദീകരണങ്ങൾ ആവശ്യമായി വരുമ്പോൾ പൂർണ്ണമായ വ്യക്തത ഇല്ല എന്ന് വരുമ്പോൾ അർജുനൻ ചോദ്യങ്ങൾ ഉന്നയിക്കും. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതാണ് തുടർഭാഗങ്ങൾ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ താൻ ഉപദേശിച്ചതിന് വ്യക്തത നൽകാൻ വേണ്ടി ശിഷ്യൻ, ശ്രോതാവ് ചോദിക്കാതെ തന്നെ ഗുരുനാഥൻ പറയും. ഈ ഭാഗം അങ്ങനെയാണ്. അപ്പൊ 5-ാം അധ്യായത്തിൻ്റെ ഉപസംഹാരമായിട്ട് ധ്യാനയോഗത്തിൻ്റെ സൂത്രഭാവത്തിൽ പറഞ്ഞു. അങ്ങനെ സൂത്രഭാവത്തിൽ പറഞ്ഞതിനെ സ്വയം ശിഷ്യപ്രശ്നമില്ലാതെ തന്നെ വിശദീകരിക്കുകയാണ് 6-ാം അധ്യായം. അപ്പൊ 6 അർജുനൻ ചോദിക്കാതെ തന്നെ ഭഗവാൻ തുടരുകയാണ്. അതുകൊണ്ട് നമുക്ക് തുടർന്ന് ശ്രദ്ധിക്കാം. നോക്കൂ. ശ്രീ ഭഗവാനുവാച അനാശ്രിതഃ കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ
സ സന്യാസീ ച യോഗീ ച ന നിരഗ്നിർന ചാക്രിയഃ. ശ്രീഭഗവാനുവാച അനാശ്രിതഃ കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സ സന്യാസീ ച യോഗീ ച ന നിരഗ്നിർന ചാക്രിയഃ. ശ്രീ ഭഗവാൻ ഉവാച പറഞ്ഞു. രണ്ട് ശ്ലോകങ്ങളിൽ പറഞ്ഞ സൂത്രത്തിന്റെ വിശദീകരണം എന്നോണം ഭഗവാൻ സ്വയമേവ പറഞ്ഞു. എന്താ പറഞ്ഞേ? കർമ്മഫലം അനാശ്രിതഃ യഹ കാര്യം കർമ്മ കരോതി സഹ സന്യാസി സഹ യോഗീ ച ന നിരഗ്നിഃ ന ച അക്രിയഃ. ഇവിടെ ഈ സന്ദർഭത്തിൽ ഈ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ അർജുനനെ വ്യക്തമായി ഒന്ന് നോക്കി കാണണം. അർജുനൻ ഇപ്പോഴും തത്വനിർണയത്തിലേക്ക് എത്തിയിട്ടില്ല. തത്വനിർണയത്തിലേക്ക് അർജുനൻ എത്തുന്നത് 18-ാം അധ്യായത്തിന്റെ ഒടുവിലാണ്. അവിടെയാണ് നഷ്ടോ മോഹ സ്മൃതിർലബ്ധ ത്വത്പ്രസാദാന്മയാച്യുത. എന്നിട്ട് സ്പഷ്ടമായി പറയും ഗതോസ്മി സ്ഥിതോസ്മി ഗതസന്ദേഹ. ഗതസന്ദേഹ, സംശയം നീങ്ങിയവനായിട്ട് ഞാനിതാ സ്ഥിത നിലകൊള്ളുന്നു. കരിഷ്യേ വചനം തവ, നീ പറഞ്ഞ പോലെ ഞാൻ ചെയ്യാമെന്ന്. എൻ്റെ മോഹം നഷ്ടമായിരിക്കുന്നു. എനിക്ക് കാര്യാകാര്യ ബുദ്ധി തിരിച്ചു കിട്ടിയിരിക്കുന്നു ഭഗവാനെ അങ്ങയുടെ പ്രസാദം കൊണ്ട്. അങ്ങനെ സംശയം നീങ്ങിയവനായ ഞാൻ നീ പറഞ്ഞ പോലെ പ്രവർത്തിക്കാം എന്ന് പറയുന്നത് 18-ാം അധ്യായത്തിലാണ്. അതുവരെ അർജുനൻ വിഷാദഗ്രസ്തനാണ്. ചിലപ്പോൾ ഇത്രയും കേട്ടപ്പോൾ വിഷാദം കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. കാരണം തീർത്തും വിഷാദഗ്രസ്തനാണെങ്കിൽ ഇങ്ങനെ സംശയങ്ങളൊന്നും ചോദിക്കില്ല. എന്നാൽ ധർമ്മസമ്മൂഢനാണ്. ഇതെല്ലാം ഉപദേശിക്കുന്ന സന്ദർഭത്തിലും ഭഗവാൻ തൻ്റെ കർമ്മോപാധി ഉപേക്ഷിച്ചിട്ടില്ല. തൻ്റെ കയ്യിലെ ചാട്ടവാറ് ഉപേക്ഷിച്ചിട്ടില്ല. എന്നാൽ അർജുനനാകട്ടെ തൻ്റെ കർമ്മോപാധിയെ ഉപേക്ഷിച്ചിട്ടുണ്ട്. വിസൃജ്യ സശരം ചാപം ശോകസംവിഘ്ന മാനസ. ശോകം കൊണ്ട് തുളയ്ക്കപ്പെട്ട ബുദ്ധിയോടൊത്തവനായ അർജുനൻ അമ്പും വില്ലും താഴെ വെച്ചിട്ടുണ്ട്. അമ്പും വില്ലും താഴെ വെക്കുക എന്ന് പറഞ്ഞാൽ വികാര വിവശത കൊണ്ട് ധർമ്മനിർണയം ലഭിക്കാതെ തൻ്റെ കർമ്മോപാധിയെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, അപ്പൊ ക്രിയ ചെയ്യാതെ അക്രിയനായിട്ട് കർമ്മോപാധിയെ ഉപേക്ഷിച്ചവനായിട്ടാണ് അർജുനൻ. എന്ന് മാത്രമല്ല, അർജുനൻ കർമാചരണത്തെക്കാൾ ശ്രേഷ്ഠമാണ് സന്യാസം എന്ന് കണക്കാക്കിയിരിക്കുക. തനിക്ക് കർത്തവ്യമായത് ചെയ്യാതെ തനിക്ക് അധികാരമില്ലാത്തത് ചെയ്യാൻ പുറപ്പെടുകയാണ്. അങ്ങനെയൊന്നും ഗീതയിലില്ലല്ലോ. വെറുതെ വ്യാഖ്യാനിക്കല്ലേ നിങ്ങൾ? ഒരിക്കലും അല്ല. ഗീതയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഗുരുന ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ.
യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഗുരുനാഥന്മാരെയൊക്കെ കൊല്ലേണ്ടി വരികയാണെങ്കിൽ അതിനേക്കാൾ നല്ലത് സന്യസിക്കണതല്ലേ എന്ന്. മറ്റൊന്നിനും കൊള്ളാത്തവനുള്ള പരിപാടിയാ സന്യാസം. അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? യവനെ വേറൊന്നിനും കൊള്ളില്ല, എന്നാ പിന്നെ സന്യസിച്ചോട്ടെ? ഒരിക്കലുമല്ല. അർജുനൻ അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയി. യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഗുരുനാഥനെ കൊല്ലേണ്ടി വരികയാണെങ്കിൽ അതിനേക്കാൾ നല്ലതൊക്കത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി സന്യസിക്കുന്നതല്ലേ എന്ന്. സന്യാസം ഒഴിഞ്ഞു മാറലല്ല. ഒന്നിൽ നിന്നുമുള്ള ഒളിച്ചോടലോ ഒഴിഞ്ഞു മാറലോ അല്ല സന്യാസം. അത് സത്യസന്ധമായി ജീവിതത്തെ അഭിമുഖീകരിക്കലാണ്. അഭിമുഖീകരിക്കലാണ് സന്യാസം, ഒഴിഞ്ഞു മാറലല്ല. ക്ഷത്രിയന്റെ ധർമ്മം സ്വധർമാനുസൃതമായ യുദ്ധം വന്നു ചേരുമ്പോൾ കുശലതയോടുകൂടി ധീരതയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും മഹനീയമായൊരു ദൃഷ്ടാന്തം നമുക്ക് ഒരു ഗുരു ശിഷ്യന്മാർ തമ്മിലുള്ള യുദ്ധത്തിൽ കാണാം. ഗുരുവും ശിഷ്യനും തമ്മിൽ യുദ്ധം പുറപ്പെടുകയാണ്. ശിഷ്യൻ ഭീഷ്മര്, ഗുരു പരശുരാമൻ. യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത് പരശുരാമന്റെ ചെവിയുടെ വശങ്ങളിലൂടെ 2 അമ്പുകൾ അങ്ങ് കടന്നുപോയി. 2 അമ്പുകൾ കാൽക്കൽ വന്ന് വീണു. നേരെ ഭൂമിയിൽ തുറച്ചവിടെ വന്നു. എന്താ അർത്ഥം? ഗുരുനാഥനെ നമസ്കരിച്ച് ആദ്യം തന്നെ നമസ്കാരം ചെയ്തു. എന്നിട്ട് അനുവാദം ചോദിച്ചതാ, തുടങ്ങാം. അതാണ് ക്ഷാത്രവീര്യം. അതാണ് ക്ഷാത്രവീര്യം. അല്ലാതെ പിന്തിരിഞ്ഞു പോകുന്നതല്ല ക്ഷാത്രവീര്യം. പക്ഷെ അർജുനൻ തെറ്റിദ്ധരിച്ചു. അർജുനനെ സംബന്ധിച്ച് കർമ്മയോഗത്തെക്കാൾ ശ്രേഷ്ഠം കർമ്മസന്യാസമാണെന്നൊരു മിഥ്യാധാരണ ഉള്ളു കുടുങ്ങിയിട്ടുണ്ട്. കർമ്മയോഗം ശ്രേഷ്ഠമാണ്, അതിനധികാരികൾക്ക്. കർമ്മസന്യാസം ശ്രേഷ്ഠമാണ്, അതിനധികാരികൾക്ക്. ഓരോ മാർഗത്തിലും അധികാരികളാണ് അതിൽ ശോഭിക്കുക. അപ്പൊ അതുകൊണ്ട് ഈ അർജുനന്റെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ പഠിക്കാൻ. അതുകൊണ്ടാണ് 5-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ ഭഗവാൻ വ്യക്തമായി അർജുനനോട് പറഞ്ഞു, സന്യാസവും യോഗവും രണ്ടും നല്ലതാണെങ്കിലും നിന്നെ സംബന്ധിച്ച് യോഗമാണ് നല്ലത്. സന്യാസത്തെക്കാൾ എത്രയോ നല്ലത് യോഗമാണ് എന്ന്. കാരണം അർജുനൻ അതിനാണ് അധികാരി. അതുകൊണ്ട് പറയുകയാണ്, കർമ്മഫലം അനാശ്രിത. അനാശ്രിത, ആശ്രയിക്കാത്തവൻ. എന്തിനെ ആശ്രയിക്കാത്തവൻ? കർമ്മഫലം, കർമ്മഫലത്തെ ആശ്രയിക്കാത്തവൻ. ഞാൻ ചെയ്യാനുള്ളത് ചെയ്യുന്നു. എത്ര നന്നായി ചെയ്യാമോ അത്രയും നന്നായി ചെയ്യുന്നു. എത്ര ശ്രദ്ധയോടെ, എത്ര കാര്യക്ഷമതയോടെ, എത്ര ജാഗ്രതയോടെ എൻ്റെ പ്രവൃത്തി ചെയ്യണോ അത് ഞാൻ ചെയ്യുന്നു. ഫലം എൻ്റെ നിയന്ത്രണത്തിലല്ല. കർമ്മത്തിലേ നമുക്ക് അധികാരമുള്ളൂ, ഫലത്തിൽ നമുക്ക് അധികാരമില്ല. ആ അഗ്നിജ്വാലയെ എനിക്ക് സ്പർശിക്കാം, സ്പർശിക്കാതിരിക്കാം. അതെൻ്റെ സ്വാതന്ത്ര്യമാണ്, എൻ്റെ അധികാരമാണ്. എന്നാൽ സ്പർശിച്ചാൽ പൊള്ളുന്നുള്ളതിൽ എനിക്ക് അധികാരമുണ്ടോ? ഇല്ല. അഗ്നി സ്പർശിച്ചാൽ പൊള്ളും, അതിലൊരധികാരം എനിക്കില്ല. അതുപോലെ നമുക്കൊക്കെയും കർമ്മങ്ങൾ ചെയ്യാൻ അധികാരമുണ്ട്, ചെയ്യാതിരിക്കാൻ അധികാരമുണ്ട്, അന്യഥ ചെയ്യാൻ അധികാരമുണ്ട്. എന്നാൽ ഫലം കർമ്മത്തിനനുസരിച്ച് വന്നു ചേർന്നേ മതിയാവും. അതിൽ നമുക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല, യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല.
ഉണ്ടെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും, ഇല്ല എന്നുള്ളത് പരമാർത്ഥമാണ്. ഈ വസ്തുതയെ മനസ്സിലാക്കി തനിക്ക് ചെയ്യാനുള്ളത് കുശലതയോടുകൂടി ചെയ്യുന്നു, ഒരു മടിയില്ല. എന്നാൽ കർമ്മഫലങ്ങളെ അപേക്ഷിക്കുന്നില്ല. ഏറ്റവും നന്നായി പഠിക്കുന്നു, തൻ്റെ കഴിവിൻ്റെ പരമാവധി പഠിക്കുന്നു. അതേ സാധിക്കൂ. ജയിച്ചാലും കൊള്ള, തോറ്റാലും കൊള്ള. ജയിച്ചാലും സന്തോഷം, തോറ്റാലും സന്തോഷം. ഏതെങ്കിലും ഒരു വ്യാപാരത്തെ എത്ര നന്നായി ചെയ്യാമോ അത്ര നന്നായി ചെയ്യുന്നു. അതിൻ്റെ ഫലം ചിലപ്പോൾ വരാം, ചിലപ്പോൾ വരാതിരിക്കാം. കാരണം അനേക ഘടകങ്ങളുടെ അപേക്ഷയിലാണ് ഫലം വരുന്നത്. ഒട്ടനവധി ഘടകങ്ങളുടെ അപേക്ഷയിലാണ് കർമ്മത്തിന് ഫലം വരുന്നത്. ഈ വസ്തുത മനസ്സിലാക്കി എനിക്ക് ചെയ്യാനേ കഴിയൂ, ഫലം സ്വാഭാവികമായി വന്നു ചേരുന്നതാണെന്നറിഞ്ഞ് ആരാണോ ലോകത്തിൽ ജീവിക്കുന്നത്, കർമ്മഫലം അനാശ്രിത. അങ്ങനെ കർമ്മഫലത്തെ ആശ്രയിക്കാതെ എന്ന് പറയുമ്പം പലപ്പോഴും നമുക്കുണ്ടാവുന്ന സംശയം, സാമാന്യ ലോകം കർമ്മഫലം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ പണിയെടുക്കുന്നത്, ഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. അപ്പൊ ഫലത്തെ ആശ്രയിക്കണില്ല വെച്ചാൽ പിന്നെ എന്തിനാ പണിയെടുക്കണത് എന്നൊരു ചോദ്യം വരാം. അങ്ങനെ നമ്മൾ മടിയന്മാരാവാം, ചെയ്യേണ്ടത് ചെയ്യാതിരിക്കാം, അലസന്മാരാകാം. അങ്ങനെ അലസന്മാരായാൽ നമ്മൾ പുരുഷാർത്ഥത്തിൽ നിന്ന് താഴേക്ക് വീണു പോകും. നമ്മുടെ ജന്മം കൊണ്ട് പ്രയോജനമില്ലാണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു കർമ്മരഹസ്യം ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഭഗവാൻ പറഞ്ഞത്, കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂ മാ തേ സംഗോസ്തു അകർമ്മണി. നിനക്ക് കർമ്മം ചെയ്യായിക്കയിൽ സംഘമില്ലാതിരിക്കട്ടെ എന്ന് വ്യക്തമായി 2-ാം അധ്യായത്തിൽ ഉപദേശിച്ചിട്ടുണ്ട്. കുശലതയോടുകൂടി നീ നിന്റെ പണിയെടുക്കൂ, നല്ലോണം ചെയ്തോ, നല്ലോണം ഫലം കിട്ടും. ഫലം വിചാരിച്ചോണ്ടിരുന്നോ, പണി ഉണ്ടാവില്ല, ഫലം ഉണ്ടാവില്ല. പലപ്പോഴും നമ്മുടെ ചിന്ത ഫലത്തിൽ മാത്രമാവും. അങ്ങനെ കാണാറുണ്ട്. നാളെ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ജോലി കിട്ടി, സന്തോഷമായിട്ട് പറഞ്ഞു, നല്ലത്, മിടുക്കൻ. 2 മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ ആ ജോലി ഉപേക്ഷിച്ചു സ്വാമി. എന്താ കാരണം? അത് ശമ്പളം കുറവാ. എന്നിട്ട് ഇപ്പം എത്ര കിട്ടുന്നുണ്ട്? ഇപ്പം ഒന്നുമില്ല, വട്ടപൂജ്യം. അല്ല, അതിനേക്കാൾ ഉയർന്നൊന്ന് കിട്ടിയിട്ട് നീ ഇത് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാം. ഒരു സ്റ്റെപ്പിൽ കാല് വെച്ച് ഉറപ്പിച്ച് 2-ാമത്തെ സ്റ്റെപ്പിൽ ഉറപ്പിച്ചിട്ട് ഒന്നൊന്ന് കാലെടുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് 3-ാമത്തതിൽ ഉറപ്പിച്ചിട്ട് 2-ന്ന് കാലെടുത്തു. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് നടക്കേണ്ടത്. അവിടെ ഫലത്തെ മാത്രം ആശ്രയിച്ച് കർമ്മം തന്നെ ഇല്ലാണ്ടായി. നേരെ മറിച്ച് അയാളുടെ കർമ്മം കുശലതയോടുകൂടി ചെയ്തിരുന്നെങ്കിൽ ജീവിതത്തിൽ ഉയർന്നു പോകാനുള്ള പടികൾ അയാൾക്ക് ലഭിക്കുമായിരുന്നു. ഒരു സന്ദേഹവും ഇല്ല. അല്ലെങ്കിൽ അയാൾ അതിനുള്ള എന്തെങ്കിലും ഒരു പരിശീലനം നേടാൻ വേണ്ടി ആയിരിക്കണം ഇത് ഉപേക്ഷിച്ചത്. എന്തെങ്കിലും പഠിക്കാനോ പരിശീലനത്തിനോ ആയിരിക്കണം. എങ്കിൽ ഒരിക്കലും നമ്മൾ അതിനെ ദോഷമായി കാണില്ല. ഇതാണ് മനുഷ്യന് സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് കർമ്മം ചെയ്യാനേ അധികാരമുള്ളൂ, ഫലം സ്വാഭാവികമായി വന്നു ചേരുന്നതാണെന്ന് അറിയണം. ആ അറിവോടുകൂടി എത്ര നന്നായി കർമ്മം ചെയ്യാമോ അത്ര നന്നായി ചെയ്യണം. അപ്പൊ ഫലവും നന്നാവും. അതുകൊണ്ട് പറയാണ്, കാര്യം കർമ്മ കരോതി യഹ. യാതൊരാളാണോ കാര്യം കർമ്മ കരോതി, കാര്യമായ കർമ്മത്തെ ചെയ്യുന്നത്, കാര്യം ചെയ്യേണ്ടത്, കാര്യം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത്, കർത്തവ്യം. പലപ്പോഴും മലയാളി തെറ്റിക്കുന്ന ഒരു പദപ്രയോഗം ഇത്. പലപ്പോഴും തെറ്റായിട്ട്, പല പ്രഭാഷകന്മാർ പോലും തെറ്റായിട്ട് പറയുന്നൊരു പദമാണ് കാര്യം എന്നുള്ളത്.
ഞാൻ അവിടെ പോകാനുള്ള കാര്യം സ്വാമിക്ക് അറിയോ? നീ അവിടെ പോകാനുള്ള കാര്യമല്ല, കാരണമാണ്. അവിടെ പോയതിൻ്റെ കാര്യമാണ്. പോയതിൻ്റെ കാര്യം ശരിയാ, പോകാനുള്ള കാര്യം ശരിയല്ല, പോകാനുള്ള കാരണമാണ്. ഈ കാരണം കാര്യം എന്നുള്ളതിനെ പലപ്പോഴും നമ്മൾ തെറ്റിക്കാറുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത്, കർത്തവ്യം, കാര്യം, കരണീയം എന്നൊക്കെ പറഞ്ഞ അർത്ഥം ഒന്നാ. അപ്പൊ ഓരോ വ്യക്തിയും ചെയ്യേണ്ടുന്നത് ഭിന്നമാണ്. ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ, ഒരു ഗൃഹസ്ഥാശ്രമി എന്ന രീതിയിൽ, ഒരു വാനപ്രസ്ഥാശ്രമി എന്ന രീതിയിൽ, ഒരു സന്യാസി എന്ന രീതിയിൽ കർത്തവ്യങ്ങൾ വിഭിന്നങ്ങളാണ്. ഇനി ഒരാൾക്ക് തന്നെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ കർത്തവ്യങ്ങൾ വിഭിന്നങ്ങളാണ്. ഒരു ദിവസം തന്നെ പല സന്ദർഭങ്ങളിൽ കർത്തവ്യങ്ങൾ വിഭിന്നമാണ്. ഇപ്പൊ എന്താണ് ഈ സമയത്ത് ഇവിടെ എൻ്റെ കർത്തവ്യം എന്ന് അറിഞ്ഞു ചെയ്യാൻ നമുക്ക് സാധിക്കണം. വളരെ വിഷമം പിടിച്ചൊരു വിഷയമാണത്. കാരണം കർത്തവ്യ നിർണയം എളുപ്പമല്ല. ബാഹ്യമായിട്ട് മനസ്സിലാക്കാൻ പോലും പ്രയാസം വരും. കാരണം ഗഹന കർമ്മണോ ഗതി, കർമ്മത്തിന്റെ ഗതി വളരെ ഗഹനമാണ്. ഏത് തന്നെയായാലും കാര്യം, കർത്തവ്യം, ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മുടെ കാര്യം. അങ്ങനെയുള്ള കർത്തവ്യ കർമ്മത്തെ ആരനുഷ്ഠിക്കുന്നുവോ, എങ്ങനെ? കുശലതയോടുകൂടി. എങ്ങനെ? അനാശ്രിത, കർമ്മഫലം ആശ്രയിക്കാതെ. ഇതിനാണല്ലോ നമ്മൾ കർമ്മയോഗം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ എന്താണ് കർമ്മയോഗം എന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ പറയേണ്ടുന്നത് ഫലകാമനയില്ലാതെ കർമ്മം ചെയ്യുന്നതാണ് കർമ്മയോഗം എന്നാണ്. ഫലകാമനയില്ലാതെ കർമ്മം ചെയ്യുന്നതാണ് കർമ്മയോഗം. പക്ഷേ ഇത് പലപ്പോഴും നമുക്ക് പ്രസംഗിക്കാനേ കൊള്ളൂ. പലപ്പോഴും ഒരു ഫലത്തിലും ആഗ്രഹമില്ലാതെ കർമ്മം ചെയ്യാന്നൊക്കെ പറയാൻ എളുപ്പമാണ്. എന്നാൽ കർമ്മം ചെയ്യുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ കൂടെ ഫലത്തിലുള്ള സങ്കല്പങ്ങൾ, ആഗ്രഹങ്ങൾ ചേർന്ന് വരും. അപ്പോൾ കർമ്മയോഗത്തെ നേടിയെടുക്കാനുള്ള ഉപായം എന്ത് എന്ന് ആചാര്യന്മാർ നമ്മളെ പഠിപ്പിക്കും. അത് ഈശ്വരാർപ്പണ ഭാവത്തിൽ കർമ്മം ചെയ്യുക എന്നുള്ളതാണ്. ഈശ്വര പൂജ എന്നോണം കർമ്മം ചെയ്യുകയാണ്. വാസ്തവത്തിൽ ഈശ്വരാർപ്പണ ഭാവത്തിൽ കർമ്മം ചെയ്യുന്നതല്ല കർമ്മയോഗം. കർമ്മയോഗം എന്ന് പറഞ്ഞാൽ ഫലകാമന ഇല്ലാതെ കർമ്മം ചെയ്യുന്നതാണ്. എന്നാൽ അത് നേടിയെടുക്കാനുള്ള ഉപായമായിട്ട് ഈശ്വരാർപ്പണ ഭാവത്തിൽ കർമ്മം ചെയ്യുന്നത് കർമ്മയോഗമാകും. ഇങ്ങനെ ആരാണോ സ്വന്തം കർത്തവ്യം തിരിച്ചറിഞ്ഞ് ഒരു വ്യക്തി എന്ന രീതിയിൽ, ഒരു കുടുംബത്തിലെ അംഗം എന്ന രീതിയിൽ, ഒരു ഗ്രാമത്തിലെ അംഗം എന്ന രീതിയിൽ, അല്ലെങ്കിൽ രാഷ്ട്രത്തിലെ അംഗം എന്ന രീതിയിൽ, ഇങ്ങനെ പല തലങ്ങളിൽ വ്യക്തി എന്ന രീതിയിൽ തന്നെ എത്രമാത്രം മാറ്റങ്ങൾ വരും കർത്തവ്യങ്ങൾക്ക്. ഓരോ പ്രായത്തിനനുസരിച്ച്, അവസ്ഥയ്ക്കനുസരിച്ച് എല്ലാം കർത്തവ്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതത് സന്ദർഭത്തിലെ കർത്തവ്യം നിർണയിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. അവിടെ നമ്മൾ മുഖ്യധർമ്മം, ഗൗണധർമ്മം ഇവയൊക്കെ പരിശോധിക്കേണ്ടി വരും. എങ്ങനെയായാലും തൻ്റെ കർത്തവ്യമാണെന്ന് താൻ മനസ്സിലാക്കുന്നത്, തൻ്റെ കർത്തവ്യമാണെന്ന് താൻ മനസ്സിലാക്കുന്നത് വേറൊരാൾ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. ഇത് സങ്കീർണമാണ്, വളരെ സങ്കീർണമാണ്.
ഇങ്ങനെ കർത്തവ്യമെന്ന് തനിക്ക് അറിയുന്നത് കാര്യം ആര് കർമ്മഫലത്തെ ആശ്രയിക്കാതെ ചെയ്യുന്നുണ്ടോ സഹ സന്യാസി, അവൻ സന്യാസിയാണ്. സ യോഗി, അവൻ യോഗിയാണ്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന, ശാസ്ത്ര വിചാരം ചെയ്യുന്നവര്, സൂക്ഷ്മമായി ശാസ്ത്രാനുസന്ധാനം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു ഒരു വിഷയം ഇവിടെയുണ്ട്. ഗീതയിൽ എന്നല്ല, വൈദിക ശാസ്ത്രങ്ങളിൽ ഉടനീളം തന്നെ കർമ്മയോഗവും കർമ്മസന്യാസവും തീർത്തും വിഭിന്നമാണ് എന്നാണ് ആവർത്തിച്ച് പറയുന്നത്. യോഗമൊന്ന് വേറെ, സന്യാസം ഒന്ന് വേറെ, വിഭിന്നങ്ങളാണ്. അപ്പൊ ഒരേ വ്യക്തിക്ക് ഒരേ സമയത്ത് ഒന്നിച്ച് അനുഷ്ഠിക്കാൻ കഴിയില്ല. യോഗവും നല്ലതാണ്, സന്യാസവും നല്ലതാണ്, പക്ഷെ രണ്ടും ഒന്നിച്ചു പറ്റില്ല. എനിക്ക് എൻ്റെ എന്ന സങ്കല്പത്തോടു കൂടിയുള്ള കർമ്മം, യാഗം ഒരു ഭാഗത്ത് ചെയ്യാം, മറ്റൊരു ഭാഗത്ത് സന്യാസവും, രണ്ടും കൂടി യോജിക്കില്ല. കർമ്മമാർഗവും നല്ലതാണ്, സന്യാസമാർഗവും നല്ലതാണ്. അതത് അധികാരികൾക്ക് രണ്ടും ഒന്നിച്ച് അസാധ്യമാണ്. ഈ വിഷയം വ്യക്തമായി ഭഗവത്ഗീതയിൽ 2-ാം അധ്യായത്തിൽ ഏഷാ തേ വിഹിതാ സാഖ്യേ ബുദ്ധിർയോഗേതി മാം ശൃണു എന്ന് വ്യക്തമായി ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഹേ അർജുന, സാഖ്യത്തിലുള്ള ബുദ്ധി ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു, ഇനിയിപ്പോ യോഗത്തിലുള്ളത് കേട്ടോളൂ. അപ്പൊ രണ്ടും രണ്ടാന്ന് ഉറപ്പാ. ഇത് തന്നെ ഒന്നും കൂടി സ്പഷ്ടമാക്കിയിട്ട് 3-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്താ മയാ നഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ഹേ അർജുന, ഈ ലോകത്തിൽ 2 പ്രകാരത്തിലുള്ള നിഷ്ഠകൾ എന്നാൽ പറയപ്പെട്ടിട്ടുണ്ട്. ജ്ഞാനനിഷ്ഠ സാഖ്യന്മാർക്കും കർമ്മനിഷ്ഠ യോഗികൾക്കും. അപ്പൊ ഇവ തീർത്തും വിഭിന്നമാണ്. ഇത് വേദത്തിൽ ഉടനീളം പറഞ്ഞിട്ടുള്ളതാണ്. ഈ വിഷയം ഈശാവാസ്യോപനിഷത്തിൽ ഈശാവാസ്യമിതം സർവം എന്നുള്ള 1-ാം മന്ത്രത്തില് നിവൃത്തിയെ, സാഖ്യത്തെ പറഞ്ഞിട്ട് കുർവന്നേവേഹ കർമാണി എന്ന് 2-ാം മന്ത്രത്തിൽ പ്രവൃത്തിയെ, യോഗത്തെ പറയും. ഇതാണ് ഇതിഹാസ പുരാണാദികളിലെല്ലാം തന്നെ ആവർത്തിച്ചിട്ടുള്ളത്. ദ്വാവിമാവധ പന്ഥാനൗ യത്ര വേദ പ്രതിഷ്ഠിത എന്ന 2 വഴികളാണ് വേദോക്തങ്ങളായവ. പ്രവൃത്തി ലക്ഷണോ ധർമ്മോ നിവൃത്തിശ്ച വിഭാവിത. പ്രവൃത്തിയും നിവൃത്തിയും അപ്പൊ ഭിന്നങ്ങളാണ്. എന്നാൽ ഇവിടെ പറയുകയാണ്, ആരാണോ കർമ്മഫലത്തെ ആശ്രയിക്കാതെ കാര്യമായ കർമ്മം ചെയ്യുന്നത് അവൻ സന്യാസിയുമാണ്, യോഗിയുമാണ്. രണ്ടിലൊന്ന് നിശ്ചയിക്കണ്ടേ ഭഗവാനെ എന്ന് ചോദിക്കേണ്ടി വരും. രണ്ടും കൂടി എങ്ങനെയാവുക? അയാൾ ശ്രേഷ്ഠനായ കർമ്മയോഗിയായ സന്യാസിയാണെന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രസംഗിക്കണ കേട്ടാൽ ഒന്ന് നിർത്തുക, ഏതാണെന്ന് നിശ്ചയിച്ചു പറയുക എന്ന് പറയണം. പലരും പലയിടത്തും പോകുമ്പോൾ സ്വാഗതങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ വളരെ കർമ്മയോഗിയായിട്ടുള്ള സന്യാസി ശ്രേഷ്ഠനാണ് നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത് എന്നൊക്കെ സ്വാഗതക്കാരൻ അങ്ങ് തട്ടിവിടും. നമ്മളൊന്ന് എളിഞ്ഞിരിക്കും അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ. പക്ഷെ പതുക്കെ അത് വിളിച്ച് ചോദിക്കേണ്ടതാ, ഇതിലേതാ നിങ്ങളുടെ ദൃഷ്ടിയിൽ? യോഗിയാണെങ്കിൽ സന്യാസിയല്ല, സന്യാസിയാണെങ്കിൽ യോഗിയല്ല, രണ്ടിലൊന്നേ പറ്റുള്ളൂ. രണ്ടും നല്ലതാണ്, പക്ഷെ രണ്ടും ഒരാൾക്ക് വയ്യ. ഇവിടുന്ന് കിഴക്ക് ഭാഗത്തു കൂടെ പോയാലും അമേരിക്കയിലെത്താം, പടിഞ്ഞാറ് ഭാഗത്തു കൂടെ പോയാലും അമേരിക്കയിലെത്താം. രണ്ടും ഏകദേശമൊക്കെ ഒരേ സമയം മതി, പക്ഷേ രണ്ടും ഒന്നിച്ചു വയ്യ. കിഴക്ക് കൂടിയാണോ പോകണമെന്ന് നിശ്ചയിക്കണം, എങ്കിൽ കിഴക്കൂടെ പോവാം.
അല്ല, പടിഞ്ഞാറ് കൂടെയാ പോകണമെന്ന് വെച്ചാൽ അങ്ങോട്ടും പോവാം, രണ്ടായാലും എത്താം. പക്ഷെ രണ്ടും ഒരേ സമയത്ത് ഒരാൾക്ക് പറ്റില്ല. എന്നാ ഭഗവാൻ പറയാണ് സഹ സന്യാസി സഹ യോഗി. അവൻ സന്യാസിയാണ്, യോഗിയാണ്. അപ്പൊ ഈശ്വരാർപ്പണ ബുദ്ധിയ കർമ്മത്തെ അനുഷ്ഠിക്കുന്നത് കൊണ്ട് അവൻ യോഗിയാണ്. കാരണം ഈശ്വരാർപ്പണ ഭാവത്തിൽ അനുഷ്ഠിക്കുന്നവന് അഥവാ കർമ്മഫലത്തെ ആശ്രയിക്കാത്തവന് യോഗിത്വമുണ്ട്. അതുകൊണ്ട് യോഗിയാണ്. സമ്മതിച്ചു. എങ്ങനെയാ സന്യാസിയാവുന്നേ? അവിടെ ഗൗണമായ സന്യാസമുണ്ട്. അതെങ്ങനെയാ ഗൗണമായ സന്യാസം? കർമ്മഫലത്തെ ഉപേക്ഷിക്കുക എന്ന സന്യാസമുണ്ട്. അവിടെ കർമ്മത്തെ സമൂലമായി ഉപേക്ഷിക്കുക എന്ന സന്യാസം ഇല്ല. വാസ്തവത്തിൽ കർമ്മത്തെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് സന്യാസം, അതവിടെ ഇല്ല. പക്ഷെ കർമ്മഫലത്തെ ഉപേക്ഷിക്കുക എന്നുള്ള സന്യാസം അവിടെ ഉണ്ട്. അതുകൊണ്ട് അർജുനനെ യോഗത്തിലേക്ക് പ്രേരിപ്പിക്കേണ്ടുന്നവനാണ് ഭഗവാൻ. അർജുനന്റെ സന്യാസത്തിൽ കൊരുക്കപ്പെട്ട മനസ്സിനെ ഒന്ന് മാറ്റിയിട്ട്, കാരണം സന്യാസത്തിനുള്ള അധികാരി അല്ലെന്നുള്ളത് കൊണ്ട് അവിടുന്ന് ഒന്ന് മനസ്സിനെ മാറ്റിയിട്ട് യോഗത്തിലേക്ക് ഒരുക്കണം. അതിനാണ് പ്രയോഗിക്കുന്നത്. എടോ, കർമ്മഫലത്തെ ആശ്രയിക്കാതെ കർമ്മം ചെയ്താൽ നീ സന്യാസിയാണ്, യോഗിയാണ്, പോരെ. ന നിരഗ്നിഹി ന ച അക്രിയഃ. അല്ലാതെ ഈ കർമ്മഫലങ്ങൾക്ക് ഉപരി എത്തിച്ചേരാതെ ഒരാൾ ബാഹ്യമായി നിരഗ്നിയായെന്നതുകൊണ്ടോ അക്രിയനായെന്നതുകൊണ്ടോ സന്യാസിയാവുന്നില്ല. നിരഗ്നിയാവുക, അക്രിയനാവുക, എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം നോക്കൂ. വൈദികമായ ജീവിതക്രമം, വൈദികമായ ചിന്താ പദ്ധതി, അത് രണ്ട് മാർഗങ്ങളിലാണ് നിലകൊള്ളുന്നത്. ദ്വിവിധോ ഹി വേദോക്തോ ധർമ്മ പ്രവൃത്തിലക്ഷണോ നിവൃത്തിലക്ഷണശ്ച. ഭഗവാൻ ഭാഷ്യകാരൻ സ്പഷ്ടമായി പറഞ്ഞു തരും. വേദോക്തമായ ധർമ്മം, വൈദിക ധർമ്മം, പ്രവൃത്തി എന്നും നിവൃത്തി എന്നും രണ്ടാണ്. ലൗകിക വൈദിക കർമ്മങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് കഴിയുന്നതാണ് പ്രവൃത്തി മാർഗം. അത്തരം കർമ്മങ്ങളെ മുഴുവൻ ഉപേക്ഷിക്കുന്നതാണ് നിവൃത്തി മാർഗം. ഇതിൽ പ്രവൃത്തി മാർഗത്തിൽ നിത്യകർത്തവ്യങ്ങളിൽ പെട്ടതാണ്, അവശ്യ കർത്തവ്യങ്ങളിൽ പെട്ടതാണ് അഗ്നിഹോത്ര ക്രിയകൾ. ദിവസവും ഹോമം ചെയ്യണം. ഒരു കാരണവശാലും നിത്യാഗ്നിഹോത്രം ഒഴിവാക്കരുത്. നിത്യകർമ്മമാണത്. നിത്യകർമ്മം ഒഴിവാക്കാൻ വയ്യ. അപ്പൊ നിശ്ചയമായും അഗ്നിഹോത്രങ്ങളെ ചെയ്യണം. അങ്ങനെ അഗ്നിഹോത്രങ്ങളെ ചെയ്യുന്നവരാണ് അഗ്നികൾ. അഗ്നി എന്നും പറയാം, സാഗ്നി എന്നും പറയാം. അപ്പൊ സാഗ്നി എന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരി സാഗ്നിയാണ്, ഗൃഹസ്ഥൻ സാഗ്നിയാണ്. നിർബന്ധമായിട്ട്. എപ്പോഴാണ് ഒരാൾ എൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം സത്യസാക്ഷാത്കാരമാണെന്ന അവബോധത്താൽ മമത്വത്തോടുകൂടിയ എൻ്റെ 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 എന്ന മമത്വ സങ്കല്പങ്ങളോടുകൂടിയ കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നത്, ആ സന്ദർഭത്തിൽ അയാൾ അഗ്നിക്രിയകളെ ഉപേക്ഷിക്കും. പിന്നെ അയാൾ അഗ്നി ചെയ്യുന്നില്ല, ഹോമം ചെയ്യുന്നില്ല. സന്യാസി ഹോമം ചെയ്യുന്നില്ല, അഗ്നിഹോത്രം ചെയ്യുന്നില്ല സ്വന്തം സാധനയായിട്ട്. ഇപ്പൊ നിരഗ്നി എന്നുള്ളത് അഗ്നിയെ വെടിഞ്ഞവൻ എന്ന അർത്ഥത്തിൽ സന്യാസിയുടെ പര്യായമാണ്. ഇന്നിപ്പോ നമ്മളൊക്കെ മിക്കവാറും എല്ലാവരും സന്യാസിമാരാട്ടോ, അല്ലേ?
എന്താ അഭിപ്രായം? കേരളത്തിൽ ഇപ്പോൾ സന്യാസം സ്വീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, എല്ലാം സന്യാസിമാരാ, ആരും അഗ്നി ചെയ്യുന്നില്ല. എന്താ ചെയ്യുക? അഗ്നിക്രിയയില്ല. ചിലർ പറയും സ്വാമി വേണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ തിരുമേനിമാരെ കിട്ടണില്ല. അതായത് നിന്റെ മേനി എന്ത് മേനിയാടെ? തിരുമേനി അങ്ങനെ പ്രത്യേകിച്ച് ഒരു മേനിയുണ്ടോ? അറിയില്ല. പുണർന്ന് പെറുമെല്ലാരും, എല്ലാവരും പുണർന്നിട്ട് തന്നെയാണ് പ്രസവിക്കണത്. അതിൽ തിരു അല്ലാത്ത അതിരു അങ്ങനെ വല്ലതും ഉണ്ടോ? അല്ല, അറിയില്ല. ശാസ്ത്രത്തിനനുസരിച്ചില്ല. അപ്പൊ അഗ്നിഹോത്രം എല്ലാവരും ചെയ്യേണ്ടതാണ്. ഇടക്കാലത്ത് വേറെ അഗ്നിഹോത്രം വളരെ വ്യാപകമായിരുന്നു കേരളത്തിൽ. ഇപ്പൊ അതും കുറഞ്ഞിട്ടുണ്ട്. അവനവന്റെ ആയുസ്സിനെയും ആരോഗ്യത്തെയും തന്നെ ഹോമിക്കുന്ന അഗ്നിഹോത്രം, അതാണ് വലിയ അഗ്നിഹോത്രം. അതിപ്പോ നല്ല കാലത്തിന് കുറവാണ്. പക്ഷെ അതിൻ്റെ സ്ഥാനത്ത് അതിമാരകമായ മയക്കുമരുന്നുകൾ വ്യാപിച്ചു കഴിഞ്ഞു. മയക്കുമരുന്നുകളിൽ മുങ്ങി നശിക്കുകയാണ് കേരളം. ഏറ്റവും വലിയ സമ്പന്നതയുണ്ടാക്കുന്ന ശൃംഖലകൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുകയാണ്. അതിരിക്കട്ടെ, സാന്ദർഭികമായി പറഞ്ഞെന്ന് മാത്രം. അപ്പൊ നിരഗ്നി എന്ന് പറഞ്ഞാൽ അഗ്നിക്രിയയെ ഉപേക്ഷിച്ചവൻ, വിധിപ്രകാരം ഉപേക്ഷിച്ചവൻ. അഗ്നിക്രിയയെ തോന്നിയോണം ഉപേക്ഷിക്കാൻ പറ്റില്ല, അതിന് വിധിയുണ്ട്. വിധിപ്രകാരമാണ് അഗ്നിക്രിയ വന്നിട്ടുള്ളതെങ്കിൽ വിധിപ്രകാരം തന്നെ അഗ്നിക്രിയ ഒഴിവാക്കുന്നു. അതിന് വളരെ വിശദമായ ചടങ്ങുകളുണ്ട്. അതാണ് സന്യാസ ദീക്ഷാ വിധാനങ്ങൾ. അപ്പൊ കേവലം അഗ്നിക്രിയ ചെയ്യുന്നില്ല, ഞാൻ ബാഹ്യമായി സന്യസിച്ചിരിക്കുന്നു എന്ന് അഭിമാനിച്ചത് കൊണ്ട് ഒരാളും സന്യാസിയാവുന്നില്ല, ഒരാളും യോഗിയുമാവുന്നില്ല. അതുപോലെ അക്രിയ, ഞാൻ വൈദിക കർമ്മങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിരിക്കുന്നു. അപ്പൊ വൈദിക ലൗകിക കർമ്മങ്ങളെ, വൈദികം എന്ന് പറഞ്ഞാൽ വേദവിഹിതം, ലൗകികം എന്ന് പറഞ്ഞാൽ ലോകസിദ്ധം. അപ്പൊ ലോകസിദ്ധങ്ങളായ കർമ്മങ്ങളെയും വേദവിഹിതങ്ങളായ കർമ്മങ്ങളെയും ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു, അതൊന്നും ഞാൻ ചെയ്യണില്ല, അതുകൊണ്ട് ഞാൻ സന്യാസിയാണെന്ന് പറഞ്ഞാൽ ശരി തന്നെ, എന്നാൽ സന്യാസിയാവുന്നില്ല. ബാഹ്യമായ കർമ്മം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അപേക്ഷയിലല്ല സന്യാസം. അതുകൊണ്ട് അർജുന, കർമ്മഫലത്തെ ആശ്രയിക്കാതെ ആര് സ്വന്തം കർത്തവ്യത്തെ ചെയ്യുന്നുണ്ടോ അയാൾ ലക്ഷ്യാർത്ഥത്തിൽ സന്യാസിയാണ്, യോഗിയാണ്. അതുകൊണ്ട് നീ അങ്ങനെ ചെയ്താലും നിന്റെ പണിയെടുക്കൂ, നിന്നിൽ നിക്ഷിപ്തമായ ജോലി ചെയ്യൂ. ഇപ്പോൾ അത് യുദ്ധമാണ് അർജുനനെ സംബന്ധിച്ച്. അത് കേട്ട് നമ്മൾ ഓരോരുത്തരും കൊടുവാൾ കൊടുത്ത് യുദ്ധത്തിന് പോകേണ്ട ആവശ്യമില്ല. എന്താണോ ആ സന്ദർഭത്തിൽ നമ്മുടെ കർത്തവ്യം, അത് തിരിച്ചറിഞ്ഞ് അനുഷ്ഠിക്കുന്നവരാകണം നമ്മളെന്ന് താത്പര്യം. നോക്കൂ, അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സസന്യാസീ ച യോഗീ ച ന നിരഗ്നിർന ചാക്രിയഃ. തുടർന്ന് യം സന്യാസമിതി പ്രാഹു യോഗം തം വിദ്ധി പാണ്ഡവ നഹ്യ സന്യസ്ത സങ്കൽപ്പോ യോഗി ഭവതി കശ്ചന. യം സന്യാസമിതി പ്രാഹു, പോരാ, ഒന്നാമത്തെ ശ്ലോകത്തിൽ കുറേയും കൂടി ശബ്ദം ഉണ്ടായിരുന്നു, രണ്ടായപ്പോഴത്തേക്ക് കുറഞ്ഞു. യം സന്യാസമിതി പ്രാഹു യോഗം തം വിദ്ധി പാണ്ഡവ നഹ്യ സന്യസ്ത സങ്കൽപ്പോ
യോഗി ഭവതി കശ്ചന. ഹേ പാണ്ഡവ, സംബോധനയാണ്. നമ്മൾ ഇതിനകം ചിന്തിച്ചിട്ടുണ്ട്. ശ്രീമദ് ഭഗവത്ഗീതയിൽ ഇടയ്ക്കിടെ പേര് വിളിക്കും അർജുനന്റെ. ഹേ അർജുന, ഹേ ധനഞ്ജയ, ഹേ കൗന്ദേയ, അങ്ങനെ അങ്ങനെ പല പേരുകൾ. അത് ശ്രദ്ധ ആകർഷിക്കാനാണ്. കാരണം എത്ര ശ്രദ്ധയോടുകൂടി പഠിക്കാനിരിക്കണവരായാലും കുറച്ചൊന്ന് മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവില്ലേ? ഇല്ലേ? പോവാം. വിക്ഷേപങ്ങൾ വരാം, വേറെ ചിന്തകൾ. അവിടെ എന്തായി, ഇവിടെ എന്തായി. അല്ലെങ്കിൽ ലയം വരാം, ഉറങ്ങിപ്പോവാം. അതും സംഭവിക്കാം. അങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ അങ്ങ് ഉറങ്ങിപ്പോയി. അതാ, അങ്ങനെ സംഭവിക്കാം. അല്ലെങ്കിൽ വേറെന്തോ ആലോചിച്ചിരിക്കാം. അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഗുരുനാഥന്മാരെന്താ ചെയ്യുക? ഇടയ്ക്കിടയ്ക്ക് പേര് വിളിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ സ്വന്തം പേര് വിളിച്ച്, എന്താ എന്നെയാണല്ലോ വിളിച്ചത്, ഞാനാണല്ലോ ശ്രദ്ധിക്കേണ്ടത് എന്നൊരു തോന്നൽ വരും. അപ്പോൾ ഒന്ന് ഉഷാറായി. ഹേ പാണ്ഡവ, അല്ലയോ പാണ്ഡവ, പാണ്ഡുവിൻ്റെ പുത്രൻ പാണ്ഡവൻ. ചിലർ ചോദിക്കുക, എങ്ങനെയാ പാണ്ഡവൻ എന്ന് വിളിക്കണത്? കൗന്ദയൻ എന്ന് പറഞ്ഞാൽ ശരിയാ, കുന്തിയുടെ പുത്രൻ എന്ന് പറഞ്ഞാൽ ശരിയാ അർജുനനെ കൊണ്ട്. പാണ്ഡുവിൻ്റെ പുത്രനല്ലല്ലോ, പാണ്ഡുവിന് മക്കൾ ഉണ്ടാവില്ലല്ലോ. പാണ്ഡു കാമേച്ഛയോടുകൂടി ഒരു സ്ത്രീ സ്പർശം ചെയ്താൽ രണ്ടുപേരും മരിച്ചു പോകുന്ന ശാപം. സ്ത്രീയും മരിക്കും, പാണ്ഡുവും മരിക്കും. അപ്പൊ പിന്നെ പാണ്ഡുവിന് എങ്ങനെയാ മക്കൾ ഉണ്ടാവുക? ചോദ്യം. ഇവിടെയാണ് നമ്മുടെ ഭാരതീയ ചിന്താ പദ്ധതി അനുസരിച്ച് ഔരസപുത്രന്മാർക്കുള്ള അതേ അധികാര അവകാശങ്ങളാണ് ഒന്ന് ദത്തുപുത്രന്മാർക്ക്, രണ്ട് അനുജ്ഞാത പുത്രന്മാർക്ക്. ദത്തുപുത്രൻ, ദത്തെടുത്തവൻ, വിധിപ്രകാരം ദത്തെടുത്തു ഒരു കുട്ടിയെ വെച്ചാൽ ആ കുട്ടിക്ക് സ്വന്തം കുട്ടിയുടെ അതേ അധികാര അവകാശങ്ങളാണ്, ഒരല്പവും കുറവില്ല. അയാളുടെ ബയോളജിക്കലായിട്ടുള്ള കുട്ടിയല്ല എന്ന് പറയാൻ പാടില്ല. അത് തന്നെയാണ് നമ്മുടെ സ്മൃതികൾക്കനുസരിച്ച്, തത്വചിന്തയനുസരിച്ച്. അതുപോലെ തന്നെയാണ് അനുജ്ഞാത പുത്രന്മാരെന്ന് പറയുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ സന്താനോൽപാദന ശേഷി ഇല്ലാത്ത പത്നിയോട് പറയുകയാണ്, നീ സന്താനോൽപാദനം ചെയ്യൂ. അങ്ങനെ പതിയാൽ അനുജ്ഞാതയായിട്ട് പത്നി സന്താനത്തെ ഉൽപ്പാദിപ്പിച്ചാൽ അത് അയാളുടെ കുട്ടിയാണ്, അല്ലാതെ ആരുടെ കുട്ടിയാണോ അതല്ല. ബയോളജിക്കലായിട്ടുള്ള അച്ഛനല്ല ഈ കുട്ടിയുടെ അച്ഛൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതെൻ്റെ മക്കളല്ല എന്ന് പറയാൻ അയാൾക്ക് പറ്റില്ല. കാരണം അയാളുടെ അനുജ്ഞയനുസരിച്ചാണ് പത്നി കുട്ടിയെ നേടിയത്. അങ്ങനെ വരുമ്പോൾ കുന്തിയോട് സന്താനോൽപാദനത്തിന് നീ വഴി നോക്കണം എന്ന് നിർദ്ദേശിച്ചത് പാണ്ഡുവാണ്. പാണ്ഡുവിൻ്റെ അനുജ്ഞ അനുസരിച്ചാണ് കുന്തി സന്താനോൽപാദനത്തിന് പരിശ്രമിച്ചത്. അതുകൊണ്ട് നിസ്സംശയം പറയാം, അവർ പാണ്ഡവരാണ്. കുന്തിയുടെ എല്ലാ മക്കളും പാണ്ഡവരല്ല. കർണൻ കൗന്ദയനാണ്, പക്ഷെ പാണ്ഡവനല്ല. യുധിഷ്ഠിരനും ഭീമനും അർജുനനും കൗന്ദയരുമാണ്, പാണ്ഡവരുമാണ്. നകുലനും സഹദേവനും പാണ്ഡവരാണ്, കൗന്ദയരല്ല, അത് മാദ്രേയരാണ്. ഹേ പാണ്ഡവ, യം സന്യാസം ഇതി പ്രാഹുഹു.
യം യാതൊന്നിനെയാണോ ഇന്ന് പലരും മലയാള ഭാഷയിൽ ഈ യത് ശബ്ദത്തിൻ്റെ അനുവാദം ഉപയോഗിക്കാറില്ല എന്നാ മനസ്സിലാവണത് പലരും. എന്നിട്ട് യാവ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ വേറെ ഏതോ ഭാഷ കേൾക്കണ പോലെ നോക്കും. ഇതെന്ത് ഭാഷയാപ്പനെ? യാവ, യാതൊരാൾ. എന്തിനാ യാതൊരാൾ എന്ന് പറയണത്? ഏതൊരാൾ എന്ന് പറഞ്ഞാൽ പോരെ? ഏതൊരാൾ എന്ന് പറഞ്ഞാൽ പോരാ. ഏതൊരാൾ എന്ന് പറയുമ്പോൾ അത് കിം ശബ്ദത്തിന്റെ രൂപമാവും, കഹ എന്നുള്ളതിൻ്റെ അർത്ഥമായിട്ട് വരും. അപ്പൊ യത് ശബ്ദത്തിന്റെ പറയുമ്പോൾ യാതൊരാൾ, യാതൊരുവൾ, യാവ എന്ന് തന്നെ പറയണം. കാരണം നമ്മൾ സമ്പന്നന്മാരാണ്. ഭാഷയിൽ ഇത്ര വലിയ സമ്പത്ത് നമുക്കുണ്ട്, പിന്നെ അത് ഉപയോഗിച്ചൂടെ? എന്തിനാ ദാരിദ്ര്യം കളിക്കുന്നേ? സംസ്കൃത തദ്ഭവമായ ഭാഷകളൊക്കെ തന്നെ അങ്ങേയറ്റം സമ്പത്തുള്ളതാണ്, അങ്ങേയറ്റം സമ്പത്ത്. അപ്പൊ പദസമ്പത്ത് ഉണ്ടായിരിക്കെ നമ്മൾ എന്തിനാ ദരിദ്രരാകുന്നേ? ചിന്തിക്കൂ. ഇന്ന് വികലമായ ഭാഷാപ്രയോഗം കൊണ്ട് വളരെ വളരെ സങ്കടം തോന്നും പലരും സംസാരിക്കണത് കേൾക്കുമ്പോൾ. വിക്കല പദപ്രയോഗങ്ങൾ വല്ലാതെ കൂടിയിട്ടുണ്ട്. നാളെ അമ്മ പറഞ്ഞു, സ്വാമിയെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞു. എന്നാൽ അടുത്ത് നിൽക്കൊന്ന് നുള്ളി തരാം, നല്ലൊരു നുള്ളി തരാം, എന്നാൽ പിന്നെ ഭയങ്കര സന്തോഷമാവും. അല്ലാണ്ടെന്താ? കാരണം ഭയങ്കരം എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്നത് മാത്രമേ അർത്ഥമുള്ളൂ, വേറൊരർത്ഥം ഇല്ല. പേടിപ്പെടുത്തുന്നത് വേറെന്താ അർത്ഥമുള്ളത്? ഭയങ്കര ഇഷ്ടം, ഭയങ്കര സന്തോഷം, ഭയങ്കര ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? പേടിപ്പെടുത്തുന്ന ഇഷ്ടം. ചിലരുടെ ഇഷ്ടം പേടിപ്പെടുത്തുന്നത് തന്നെയാണ്. ഭയങ്കര സന്തോഷം, ഭയങ്കര ഭംഗി. എന്തിനാ വികല പദപ്രയോഗം ചെയ്യണം? എത്ര സുന്ദരമായൊരു ഭാഷ ഉണ്ടായിട്ട് എന്തിനാ വിപരീത പദങ്ങൾ പ്രയോഗിക്കണത്? ഓരോരോ വാക്കും നമ്മളെ വായെന്ന് വരുമ്പോൾ അത് ശുദ്ധമായിരിക്കട്ടെ, ഭാഷാശുദ്ധി നമുക്കുണ്ടാവട്ടെ. സഹസ്രാബ്ദങ്ങളായി നമ്മുടെ പൂർവികന്മാര് സംരക്ഷിച്ച് നമുക്ക് തന്നതാ ഭാഷ. അതിനെ പരിശുദ്ധമായി അടുത്ത തലമുറയിലേക്ക് കൊടുക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ഏത് ഭാഷയായാലും, മലയാളം മാത്രമല്ല, മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും ഒക്കെ തന്നെ, അറബി ആയാലും ഏത് ഭാഷയായാലും അത് ശുദ്ധമായി അടുത്ത തലമുറയിലേക്ക് നമ്മൾ കൊടുക്കണം. ഇതിപ്പോ എല്ലാം അവിയിലായിട്ടാണ് പ്രയോഗിക്കുക. ഇതൊക്കെ ഇരിക്കട്ടെ, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഭാഷയിലേക്ക് വളരെ വിശദമായി പോവും. അപ്പൊ പറഞ്ഞത് എന്തിനാച്ചാ, ഈ സമ്പത്ത് ഉണ്ടായിരിക്കെ അത് ഉപയോഗിക്കണം. യത് ശബ്ദം ഉണ്ടായിരിക്കെ അത് പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും നപുംസകലിംഗത്തിലും ഒക്കെ ഉണ്ടായിരിക്കെ അത് ഉപയോഗിക്കണം എന്നാ പറയുന്നത്. അതുകൊണ്ട് യാതൊരാൾ, യാതൊന്ന്, യാതൊരുവൾ എന്ന് തന്നെ പ്രയോഗിക്കണം. അല്ലാതെ ഏതൊരാൾ എന്ന് പറഞ്ഞാൽ അത് കഹ എന്നുള്ളതിൻ്റെ ആവും, ഏതൊരുത്തി എന്ന് പറഞ്ഞാൽ അത് കാ എന്നുള്ളതിൻ്റെ ആവും, ഏത് എന്ന് പറഞ്ഞാൽ അത് കിം എന്നുള്ളതിൻ്റെ ആവും. അപ്പൊ പിന്നെ അതിനെന്ത് പ്രയോഗിക്കും? അതുകൊണ്ട് യം യാതൊന്നിനെ സന്യാസം ഇതി പ്രാഹു, സന്യാസം എന്ന് പറയുന്നുവോ, സന്യാസം സമ്യക് നല്ല പോലെയുള്ള ന്യാസം, ന്യാസം ഉപേക്ഷ, ഒഴിവാക്കൽ. അപ്പൊ നല്ലപോലെ ഒഴിവാക്കുന്നതാണ് സന്യാസം. എന്തിനെ ഒഴിവാക്കണത്? ഏഷണകളെ ഒഴിവാക്കുന്നത്. എൻ്റെ സമ്പത്ത്, എൻ്റെ മക്കള്, എൻ്റെ ലോകം. പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ. ഇപ്പൊ പുത്രേഷണ എന്നുള്ള പറഞ്ഞതിൽ എൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ എൻ്റെ പത്നി, എൻ്റെ പതി അതൊക്കെ വരും, എൻ്റെ ശിഷ്യര് ഒക്കെ വരും. വിത്തേഷണ
എൻ്റെ സ്വത്ത്, എൻ്റെ പണം, അത് അങ്ങനെ വരും. ലൊക്കേഷനാന്ന് പറയുമ്പോൾ എൻ്റെ സ്ഥാനമാനങ്ങൾ, എൻ്റെ പദവികൾ, അത് അങ്ങനെ പലതും വരും. ഈ എൻ്റെ എന്നുള്ള പരിമിതിയെ ആര് ഉപേക്ഷിക്കുന്നുവോ അയാളാണ് തേഭ്യോ വ്യുത്ഥായ പ്രവ്രജന്തി, ഏഷണകളിൽ നിന്ന് ഉയർന്നു സന്യസിക്കുന്നു എന്ന് പറയുന്നു. ശ്രദ്ധിക്കുക. അപ്പോ യാതൊന്നിനെയാണോ സന്യാസം എന്ന് പറയുന്നത്, തം അതിനെ തന്നെ യോഗം വിദ്ധി, യോഗമെന്ന് നീ മനസ്സിലാക്കൂ ഹേ പാണ്ഡവ. ഇവിടെ ഭഗവാൻ ആദ്യം 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും താൻ തന്നെ ഉപദേശിച്ചതിന് വിരുദ്ധമായിട്ടാ പറയണത് കേട്ടോ. കാരണം 2-ാം അധ്യായത്തിൽ സന്യാസവും യോഗവും രണ്ടാന്ന് പറഞ്ഞു, 3-ാം അധ്യായത്തിൽ സന്യാസവും യോഗവും രണ്ടാന്ന് പറഞ്ഞു. എന്നാൽ 5-ാം അധ്യായത്തിൽ ഈ സന്യാസവും യോഗമൊക്കെ ഒന്ന് തന്നെയാന്നും പറഞ്ഞു. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ, എന്താണോ സന്യാസത്തിന്റെ ഫലം അതിലേക്ക് യോഗിയും എത്തിച്ചേരും. അതുകൊണ്ട് ഒരേ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർക്കുന്നു എന്നുള്ളത് കൊണ്ട് രണ്ടിനെയും ഒന്നെന്ന് പറയാം എന്നവിടെ ഒന്ന് മയപ്പെടുത്തി. കാരണം അർജുനൻ യോഗത്തിനെ അധികാരിയായിട്ടുള്ളൂ, അതേസമയത്ത് മനസ്സുകൊണ്ട് അയാൾ സന്യാസത്തെ ശ്രേഷ്ഠമെന്ന് കണക്കാക്കുന്നു. അതുകൊണ്ട് ആണ് ഭഗവാൻ ഈ ഭാഷ ഉപയോഗിച്ചത്. അത് തന്നെയാണ് ഇവിടെയും പറയണത്. യാതൊന്നിനെ സന്യാസം എന്ന് പറയുന്നു അത് തന്നെയാണ് യോഗമെന്ന് നീ മനസ്സിലാക്കൂ. യത് സാഖ്യൈ പ്രാപ്യതേ സ്ഥാനം തത് യോഗൈരപി ഗമ്യതേ, 5-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. യാതൊരു സ്ഥാനത്തെ സാഖ്യന്മാര് സന്യാസിമാര് പ്രാപിക്കുന്നുവോ അതേ സ്ഥാനത്തെ യോഗികളും പ്രാപിക്കുന്നു. അതുകൊണ്ട് ഏകം സാഖ്യം ച യോഗം ച, സാഖ്യവും യോഗവും ഒന്ന് തന്നെയാണ്. വാസ്തവത്തിൽ ഒന്നാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാ മറുപടി. ഒന്നാണോ എന്ന് ചോദിച്ചാൽ ഒന്നെന്ന് പറയാം എന്നാ മറുപടി. ഹിമാലയത്തിലൊക്കെ ഈ തീർത്ഥസ്ഥലങ്ങളിലേക്കൊക്കെ പോയവർ ധാരാളം ഈ കൂട്ടത്തിലുണ്ടാവും. ഇല്ലെങ്കിൽ പോണം. കാറ്റ് പോണതിന് മുമ്പ് ഭാരതം മുഴുവൻ ഒന്ന് കാണണം, നിർബന്ധമാണ്. എപ്പോഴാ കാറ്റ് പോകാൻ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഭാരതീയനെന്ന് പറയും ഭാരതമൊക്കെ ഒന്ന് കാണണ്ടേ? അല്ല ഈ 1-ാം നമ്പർ സ്ഥാനത്തിൽ മാത്രം ഇരുന്നാൽ മതിയോ? നമ്പർ 1 സ്ഥലത്ത് മാത്രം ഇരുന്നാൽ മതിയോ? കുറേ സ്ഥലങ്ങളൊക്കെ പോയി കണ്ടാലല്ലേ ഈ നമ്പർ 1 ഏതാണെന്നൊക്കെ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കിണറിലെ തവളേനെ പോലെ ഇത് തന്നെ നമ്പർ 1 പറഞ്ഞിരിക്കില്ലേ? ഏതായാലും അങ്ങനെ യാത്ര പോയി ഒരാള് കേദാരനാഥത്തിലേക്ക് പോവുകയാണെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ യമുനോത്രിയിലേക്ക് പോവാന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഒരു പർവ്വതത്തിന്റെ ഉച്ഛ്രിതമായ ഒരു സ്ഥലത്തേക്ക് പോവാന്ന് വിചാരിച്ചോളൂ. വളരെ വൈകുന്നേരം അവിടെ എത്തി, ഒരുവിധം ഒരു സത്രമൊക്കെ തരപ്പെടുത്തി താമസിക്കാൻ വ്യവസ്ഥയാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ സന്ധ്യ ആകുമ്പോൾ കാണാൻ 4-5 പേര് വരും. മുകളിൽ പോണ്ടേ? രാവിലെ? അതെ പോണം. കുതിരപ്പുറത്ത് പോവാം, അതാ നല്ലത്. ഘോടാവാല കുതിരപ്പുറത്ത് പോവാം. നടന്നു പോകാനാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ നടക്കാൻ വളരെ പ്രയാസമാണ്. പണ്ടാഴ്ച 14.5 കിലോമീറ്ററേ ഉള്ളൂ, ഇപ്പോൾ 18 കിലോമീറ്റർ ഉണ്ട്. 2013 ആ വലിയ മേഘവിസ്ഫോടനമൊക്കെ നടന്നതിന് ശേഷം കുറച്ച് വളഞ്ഞ വഴിക്ക് പോകണം. 18 കിലോമീറ്റർ ഉണ്ട് കേദാർനാഥിലേക്ക്. വിഷമാണ്. കുതിരപ്പുറത്താന്ന് വെച്ചാൽ അനായാസേന പോകാം. അപ്പം എൻ്റെ മനസ്സിലൊരാഗ്രഹം, കുതിരപ്പുറത്ത് എന്ന് പറഞ്ഞാൽ ഒരു കേമാണല്ലോ. കുതിരപ്പുറത്തൊക്കെ പോവാന്ന് പറഞ്ഞാൽ എന്താ മോശ? പണ്ട് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് കുതിരപ്പുറത്തൊക്കെ അങ്ങനെ പോണത്, അല്ലാണ്ട് ഞാൻ കയറിയിട്ടൊന്നുമില്ല. അപ്പോൾ ഒരാഗ്രഹമൊക്കെ ഉള്ളിൽ അങ്ങനെ മുട്ടിട്ടു, പൂ അണിഞ്ഞു. എത്ര റുപ്യയാവും? അപ്പോൾ ഒരു 8000 റുപ്യ വേണം
കുറച്ചൊന്ന് കുറഞ്ഞൂടെ? കുറയാനൊന്നും പറ്റില്ല. അപ്പോൾ ഒരുവിധമൊക്കെ സംസാരിച്ച് ഒരു 4000 ഒപ്പിച്ചു. 4000 റുപ്യക്ക് ശ്രദ്ധിക്കണേ, നേർ പകുതിയിൽ ഒപ്പിക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. കാരണം ഞാൻ എൻ്റെ മധുരമനോഹര സ്വപ്നങ്ങളാണ് കണ്ട്. പ്രേം നസീറൊക്കെ അങ്ങനെ കുതിരപ്പുറത്ത് പോണത് കണ്ടിട്ട് ആവേശം പൂണ്ടതാണ് എനിക്ക്. അപ്പം ഞാനും നാളെ കുതിരപ്പുറത്ത് പോകാമെന്നൊക്കെ അങ്ങനെ ഉറക്കം തന്നെ വന്നില്ല. അങ്ങനെ നേരം കഴിച്ചു കൂട്ടി. രാവിലെയായി ഒരുവിധം എല്ലാം തയ്യാറായി പോവാൻ. അപ്പോൾ ഇയാൾ വന്നു, ഘോടാവാല വന്നു, പൈസയൊക്കെ മേടിച്ചു. ആ പൈസ വന്നിട്ട് തന്നാൽ പോരാ, അത് പോരാ, ഒരു 3 ഉപ്പ തരണം. ശരി, കൊടുത്തു. 1 നിങ്ങൾ വന്നിട്ട് തന്നാൽ മതി. കുറച്ച് ദൂരം ഞാൻ നടന്നു അയാളുടെ കൂടെ. അവിടെ വന്നപ്പോൾ കഴുത ഉണ്ട് നിൽക്കണ. കയറിക്കോളൂ. ഘോടാവാല പറഞ്ഞിട്ട് ഞാൻ ഘോടേൻ്റെ മുകളിൽ കയറാനല്ലേ വന്നത്. ഇതാണ് ഇവിടുത്തെ ഘോട. അതെ, എന്നാ യവന് ഇന്നലെ വരുമ്പോ ഗദ്ദാവാല എന്ന് പറഞ്ഞാൽ പോരെ? ഒന്ന് ആലോചിച്ച് നോക്കൂ ഇല്ലേ? അല്ലെങ്കിൽ പോണിവാല എന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാ അവൻ ഘോടാവാല എന്ന് പറയണത്? എനിക്ക് വലിയ സംശയമാണ്. അന്നും ഇന്നും ആ സംശയമുണ്ട്. എത്രയോ ആൾക്കാരുമായിട്ട് നമ്മൾ പരിചയമായിട്ടുണ്ട്. ഈ കഴുതനെ നയിക്കണ ഒരുപാട് പേരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അവരാരും ഈ രഹസ്യം പറഞ്ഞിട്ടില്ല. അവർക്ക് ഒന്നേ അറിയുള്ളൂ, അവരുടെ അച്ഛനും ഇങ്ങനെ തന്നെയാ പറഞ്ഞത്. അവർക്കും ഒന്നേ അറിഞ്ഞുള്ളൂ, അവരുടെ അച്ഛനും ഇങ്ങനെ തന്നെയാ പറഞ്ഞത്. എന്താ കഴുത എന്താ മോശമല്ല എന്ന് മാത്രമല്ല, കുത്തനെയുള്ള മല കയറാൻ കുതിരയേക്കാൾ നല്ലത് കഴുതയാണ്. പൊതുവെ നിരന്ന സ്ഥലങ്ങളും ചെറിയ കയറ്റിറക്കങ്ങളാണെങ്കിലും കുതിരയാണ് നല്ലത്. പക്ഷേ കുത്തനെയുള്ള കയറ്റത്തിന് കുതിരയേക്കാൾ എത്രയോ നല്ലത് കഴുതയാണ്. ഒരു സംശയം പറയുന്നതിനില്ല. പക്ഷെ എന്താണെന്നറിയില്ല, ഘോടാവാല എന്നും പറഞ്ഞിട്ട് വന്നിട്ട് കയറ്റണത് ഗദ്ദയുടെ മുകളിൽ. അപ്പോഴാ പറയണത്, എടോ ഇത് രണ്ടും ഒന്നാണ്, ഇവിടെ അത് രണ്ടും ഒന്നാണ്. തന്നെയാണ് ഇവിടുത്തെ ഘോട. അതന്നെയാ ഭഗവാനും പറയണത്. ഈ യോഗവും സന്യാസമൊക്കെ ഒന്ന് തന്നെയാണോ? ലക്ഷ്യത്തിലെത്തിയാൽ പോരെ, എന്തിന്റെ പുറത്താ പോണെന്ന് നോക്കണോ? അപ്പോ സകല കർമ്മങ്ങളെയും വിധിപ്രകാരം അതിക്രമിച്ചിരിക്കുന്ന സന്യാസി യാതൊരു പദത്തിലേക്ക് എത്തിച്ചേരുമോ അതേ പദത്തിലേക്ക് ഫലകാമനയില്ലാതെ കർമ്മം ചെയ്യുന്ന ആളും എത്തിച്ചേരും. അതുകൊണ്ട് രണ്ടും ഒന്നാണ്. ഫലൈകത്വാത്, ഏകമാണ് ഫലം എന്നതുകൊണ്ട് രണ്ടും ഒന്നാണ് എന്ന് നേരത്തെ പറഞ്ഞു. എവിടെയാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ 5-ാം അധ്യായത്തിൽ യത് സാഖ്യൈ പ്രാപ്യതേ സ്ഥാനം തത് യോഗൈരഭിഗമ്യതേ. അവിടെയും ഭഗവാൻ ഇതേ ന്യായ പറഞ്ഞത്. ഇതന്നെയാ ഈ യോഗവും സന്യാസമൊക്കെ ഒന്ന് തന്നെയാ. അതന്നെയാ അപ്പൊ ഇവിടെയും പറഞ്ഞത്. അപ്പൊ അതേ ന്യായം വീണ്ടും പറഞ്ഞ അർജുനൻ ചോദിക്കില്ലേ, ഭഗവാൻ ഇതല്ലേ നിങ്ങൾ നേരത്തെയും പറഞ്ഞത് എന്ന് ചോദിക്കില്ലേ? അതുകൊണ്ട് ഭഗവാൻ ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു. ഇവിടെ ഭഗവാൻ പറയുകയാണ്, നഹ്യ സന്യസ്ത സങ്കല്പോ യോഗി ഭവതി കശ്ചന. എടോ, കശ്ചന അപി യോഗി ന ഭവതി അസന്യസ്ത സങ്കല്പഃ ചേത്. സന്യസ്ത സങ്കല്പൻ അല്ലെങ്കിൽ ആരും യോഗിയാവില്ലടോ. നോക്കണേ, ഭഗവാന്റെ ഒരു കൗശലം നോക്കൂ. സന്യസ്ത സങ്കല്പം എന്ന് പറഞ്ഞാൽ സന്യസിക്കുന്ന, സന്യാസമെന്ന സങ്കല്പത്തോട് കൂടിയവൻ. ഇപ്പൊ സന്യാസ സങ്കല്പം ഇല്ലാത്ത ഒരാൾ യോഗിയാവില്ല എന്നാ പറയണത്. അതെങ്ങനെയാ? അത് സന്യാസവും യോഗവും രണ്ടും രണ്ടല്ലേ? അപ്പൊ പറയാണ്, ഈ കർമ്മഫലത്തെ സന്യസിക്കുക എന്നൊരു പരിപാടി ഇവിടെ ഉണ്ടല്ലോ. ശ്രദ്ധിക്കൂ, കർമ്മത്തെ സമൂലം സന്യസിക്കുന്നില്ല, അത് ഞാൻ സമ്മതിച്ചു. പാരമാർത്ഥികമായി സന്യാസത്തിൽ കർമ്മത്തെയാണ് സന്യസിക്കുന്നത്, അതിവിടെ ഇല്ല, സമ്മതിച്ചു. പക്ഷെ കർമ്മം ഫലത്തെ സന്യസിക്കുന്നുണ്ടല്ലോ, അതുണ്ട്. അതാ പറഞ്ഞത്. അപ്പൊ കർമ്മഫലത്തെ സന്യസിക്കുക എന്നുള്ളൊരു സങ്കല്പമുണ്ട്. ആ സങ്കല്പം ഇല്ലെങ്കിൽ ആർക്കും യോഗിയാവാൻ പറ്റില്ല. അതുകൊണ്ട് യോഗിയിലും സന്യാസിത്വമുണ്ട്. എങ്ങനെ?
കർമ്മഫലത്തെ സന്യസിക്കുക എന്നുള്ളത് യോഗിക്കുമുണ്ട്. അതുകൊണ്ടാണ് സന്യാസവും യോഗവും ഒന്നാണെന്ന് പറഞ്ഞത് എന്ന് പറയുകയാണ്. അപ്പോ അവിടെ സംശയായി, എത്ര കാലം വരെയാണ് യോഗം? എപ്പോൾ യോഗി സന്യാസിയാവും? എപ്പോൾ യോഗിക്ക് സന്യാസത്തിനുള്ള പ്രവേശം ലഭിക്കും? ഇതൊക്കെ സംശയമായി. ആ സംശയത്തിന് മറുപടിയാണ് 3-ാം ശ്ലോകം. അത് നമുക്ക് നാളെ കൃത്യസമയത്തിന് തുടർന്ന് ചിന്തിക്കാം. ഇവിടെ ആ കവാടത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം തന്നെ ഒരു നമ്മുടെ പരിചയം നൽകാൻ വേണ്ടി ഒരു കടലാസ് കൊടുക്കുന്നുണ്ട്. പേര്, വിലാസം, പിന്നെ മൊബൈൽ ഫോണ്, പ്രത്യേകിച്ച് വാട്സപ്പ് ഉള്ളത് ആണെങ്കിൽ അത്, ഇമെയിൽ ID തുടങ്ങിയവ ചോദിച്ചുകൊണ്ട്. ഇത് മറ്റൊരു പ്രകാരവും ദുരുപയോഗം ചെയ്യപ്പെടില്ല എന്ന് ഉറപ്പിക്കാം. മറിച്ച് ആശ്രമത്തിന് നിങ്ങളെ ബന്ധപ്പെടാനും ഒക്കെ ഉപകാരപ്പെടുന്നതാണ്. ഇപ്പോൾ തന്നെ നമുക്ക് മുൻ വർഷങ്ങളിലൊക്കെ ധാരാളം പരസ്യങ്ങൾ നമ്മൾ പട്ടണത്തിൽ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയെ തുടർന്ന് അത്തരം ഒരു പരസ്യവും ഇപ്പോൾ സാധിക്കില്ല. ഇപ്പം തുടർന്നുള്ള കാലങ്ങളിൽ ഇങ്ങനെയുള്ള വിവരങ്ങൾ നേരിട്ട് അറിയിക്കേണ്ടതായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എല്ലാവരും അത് പൂരിപ്പിച്ച് കൊടുത്താൽ നല്ലതായിരിക്കും. ഇവിടെ ഇന്നലെ നമ്മൾ ചിന്തിച്ച് അവസാനം നിർത്തിയത് മണ്ഡലകാല വ്രതത്തെക്കുറിച്ച്. ഒരു സാധാരണ വ്യക്തിക്ക് ഇതിലൂടെ ഉണ്ടാകേണ്ട പരിണാമം എന്താണ്? എല്ലാവരും സാധാരണ വ്യക്തികളാണെന്ന് ഓർമ്മിക്കുക. ആരും അസാധാരണ അല്ല, എല്ലാവരും സാധാരണക്കാരാ. അപ്പൊ വ്രതത്തിലൂടെ നേടേണ്ടത് എന്ത് എന്ന് ചോദിച്ചാൽ ചിത്തശുദ്ധിയും ഏകാഗ്രതയുമാണ്. ആരാണ് താൻ എന്ന് വിചാരം ചെയ്യാനുള്ള ക്ഷമതയാണ്. അതിലൂടെ തൻ്റെ പാരമാർത്ഥികമായ ജ്ഞാനത്തിലേക്ക് ഉയരാനുള്ള അധികാരമാണ് എന്ന് പറയാം. പതിനെട്ടാം പടിയുടെ തത്വം ഒന്ന് പറഞ്ഞു തരുമോ എന്നാണ് അതിൽ തന്നെ അന്തർഭവിച്ച മറ്റൊരു ചോദ്യം. ഇവിടെ അയ്യപ്പൻ ധർമ്മശാസ്താവിൻ്റെ അവതാരമായിട്ട് നമ്മൾ മാനിക്കുന്നു. ഒടുവിൽ തൻ്റെ അവതാര കൃത്യങ്ങൾ പൂർത്തിയാക്കി ധർമ്മശാസ്താവിൽ തന്നെ വിലയിച്ചതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. ആ വിലയിച്ച സ്ഥാനം എന്ന രീതിയിലാണ് ശബരിമലയ്ക്ക് മുഖ്യമായ പ്രാധാന്യവും മഹിമയും നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഒരു ക്ഷേത്രം എന്ന രീതിയിലല്ല നമ്മൾ ശബരിമലയെ കാണുന്നത്. ക്ഷേത്രമാണ്, ക്ഷേത്രത്തിനുപരിയാണ്. അപ്പം അവിടെ 18 കോട്ടകൾ, ആ 18 കോട്ടകളുടെയും അധിപതിയായിട്ട് അയ്യപ്പൻ വാണു. 18 കോട്ടകളിലുള്ളവരും അയ്യപ്പന് വേണ്ടി സഹായം ചെയ്തു, ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി. അതുകൊണ്ട് തന്നെ ഈ 18 കോട്ടകളെയും ദർശിച്ച് തന്നെ ദർശിക്കണം എന്നുള്ളതിൻ്റെ പ്രതീകമായിട്ട് ഈ 18 പടികൾക്കും ഉപരി മന്ദിരം പണിയാൻ നിർദ്ദേശിച്ചു അയ്യപ്പൻ പന്തള രാജാവിനോട്. ഇതാണ് ഒരു ഐതിഹ്യം. മറ്റൊന്ന്, നമ്മൾ അതിക്രമിക്കേണ്ടുന്ന എല്ലാ ദോഷങ്ങളുടെയും പ്രതീകങ്ങളാണവ. മറ്റൊന്ന്, ഈശ്വര ദർശനത്തിലേക്ക് ഉയരണമെങ്കിൽ ശരീര താതാത്മ്യത്തെ തീർത്തും അതിക്രമിച്ചിരിക്കണം. കഠിനമായ വ്രതചര്യകളിലൂടെ സ്ഥൂല ശരീരാഭിമാനത്തെ അതിക്രമിക്കുന്ന ആള്
തുടർന്ന് സൂക്ഷ്മ കാരണദേഹങ്ങളെ കൂടി അതിക്രമിച്ചാലേ ഈശ്വര ദർശനത്തിലേക്ക് ഉയരൂ. സൂക്ഷ്മ കാരണദേഹങ്ങളാണ് 18. 17 + 1 18. 17 സൂക്ഷ്മ ശരീരത്തിന്റെ ഘടകങ്ങൾ. കാരണശരീരം ഒന്നാണ്, അവിദ്യാശരീരം, അജ്ഞാന ശരീരം. ഇങ്ങനെയൊക്കെ പല രീതിയിൽ പറയാറുണ്ട് എന്നേ നമുക്ക് പറഞ്ഞുകൂടൂ. ചാത്തൻ, കുട്ടിച്ചാത്തൻ, ഗുളികൻ, കരിയാത്തൻ, സ്വാമിജി ദയവായി ഒന്ന് വിശദീകരിക്കാമോ എന്നാണ്. ഇവിടെ ചാത്തൻ ശാസ്തപ്പനാണ്. ചാത്തന്റെ തിറകള് ആ രൂപത്തിൽ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന സമയത്തും മറ്റും പറയുന്ന വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അതിലൊക്കെ ശാസ്തപ്പൻ എന്നാണ് പറയുന്നത്. ഇപ്പൊ ശാസ്താവ് തന്നെയാണ് ചാത്തൻ, ചാത്തൻ തന്നെയാണ് ശാസ്താവ്. ശാസ്ത എന്ന് പറയുമ്പോൾ ശാസിക്കുന്നവനാണ്, എല്ലാത്തിനെയും സംരക്ഷിക്കുന്നവനാണ്, സർവപ്രപഞ്ചത്തെയും പരിപാലിക്കുന്നവനാണ്. ആ സർവപ്രപഞ്ചത്തെയും പരിപാലിക്കുന്ന ശാസ്താവിൻ്റെ ഗ്രാമ്യവും വന്യവുമായ ഭാവമാണ് ചാത്ത എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ അറിയേണ്ടതാണ്. ഈ ചാത്തനെ സംബന്ധിച്ച് ശിവ വിഷ്ണു സമന്വയമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിഷ്ണുമായ എന്ന ഭാവത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. ശിവവിഷ്ണു സമന്വയ തേജസ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത് വ്യത്യസ്ത ഭാവങ്ങളിൽ സമാരാധിക്കപ്പെടുന്നുണ്ട്. വ്യത്യസ്ത ഭാവങ്ങളിൽ. അതിൽ തന്നെ സാത്വിക, രാജസിക, താമസിക ഭേദങ്ങളോടുകൂടിയ ഉപാസനാക്രമങ്ങൾ നിലവിലുണ്ട്. കേരളത്തിൽ തന്നെ, കേരളത്തിലേ ഉള്ളൂ കാര്യമായിട്ട് ഈ ചാത്തൻ ഉപാസന, ചാത്തൻ സങ്കല്പവും ചാത്തൻ ഉപാസനയും കേരളത്തിലേ ഉള്ളൂ. കേരളത്തിൽ നിന്നാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. അതിൽ ഈ മൂന്നും കണ്ടിട്ടുണ്ട്. സാത്വിക, രാജസിക, താമസിക ഭാവങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. കൂടുതൽ ചാത്തൻ സേവക്കാരിൽ നിന്ന് മനസ്സിലാക്കുക. ശാസ്ത്രന് തന്നെ ഭാവമാണ് കുട്ടിച്ചാത്തൻ, ചാത്തൻ്റെ തന്നെ ഭാവമാണ് കുട്ടിച്ചാത്തൻ എന്നുള്ളത്. ഒരു ഭേദവും ഇല്ല. അതിസൂക്ഷ്മമായ ഉപാസന നിർവഹിച്ച് ആ ദേവതോപാസനയിലൂടെ തീർത്തും സിദ്ധിയുടെ നിഗൂഢതലങ്ങളിലേക്ക് ഉപാസകന്മാർ ഉയരുന്നുണ്ട്. അങ്ങനെയൊരു ഉപാസനയ്ക്കുള്ള സൂക്ഷ്മ ഉപാസനയാണ് പൊതുവെ കുട്ടിച്ചാത്തനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിലവിലുള്ളത്. അതിന് വന്യമായ ഉപാസനാ രീതികളുണ്ട്, ഗ്രാമ്യമായ ഉപാസനാ രീതികളുണ്ട്. അതിൽ തന്നെ സാത്വികവും രാജസികവും താമസികവും ഉണ്ട്. അതൊക്കെ ഗുരുപദേശത്തിനും സമ്പ്രദായത്തിനും അനുസരിച്ച് ശ്രദ്ധയോടുകൂടി തുടരേണ്ടതാണ് എന്ന് മാത്രം പറയുന്നു. അതിലൊക്കെ ഗുരുപാസനാ ക്രമങ്ങളുണ്ട്. ഒരു ഗുരുപദേശം, ആ ഗുരുപദേശത്തിനനുസരിച്ചും സമ്പ്രദായത്തിനനുസരിച്ചുമാണ് ഇതിലൊക്കെ തുടരേണ്ടത്. പ്രത്യേകിച്ച് പറയുന്നു, പുസ്തകങ്ങളൊന്നും വായിച്ചിട്ട് ഇതൊന്നും ചെയ്യാൻ പോകരുത്. ഏത് സമ്പ്രദായമായാലും നല്ലതാണ്, ഉത്തമമാണ്. അതിൽ ഉത്തമം, മധ്യമം, അധമം എന്നൊന്നും പറഞ്ഞേക്കരുത്. എല്ലാ പൂജകളും ഉത്തമമാണ്. അതിൽ സാത്വിക, രാജസിക, താമസിക ഭേദങ്ങൾ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ശ്രദ്ധിക്കുക. കരിയാത്തൻ, ഗുളികൻ ഇവ രണ്ടും ശൈവമായ ദേവതാവിശേഷങ്ങളാണ്. ശൈവമായിരിക്കുന്ന അനേക ദേവതാവിശേഷങ്ങളുണ്ട്. ഗണ്ഡാകർണൻ തന്നെ വൈഷ്ണവ ശൈവഭാവങ്ങളിൽ രണ്ടിലുണ്ട്. ഇനി ഗുളികൻ പൊതുവെ ശൈവമായിട്ടാണ്.
അതിൽ തന്നെ ശിവന്റെ കിരാത വപുസ്സുണ്ട്. കിരാത ഭാവത്തിലുള്ള ശിവൻ. ആ കിരാത ഭാവത്തിലുള്ള ശിവന്റെ ഗ്രാമ്യവും വന്യവുമായ രൂപമാണ് കരിയാത്തൻ. കരിയാത്തൻ എന്നുള്ള ദേവതാവിശേഷം കേരളത്തിൻ്റെ വടക്കൻ ഭാഗത്ത് മാത്രമാണ് ഉള്ളത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ഭാഗങ്ങളിൽ കൂടുതൽ കാണുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടാവും. എന്നാൽ കിരാതൻ എന്നുള്ള ഭാവത്തിൽ ആരൂഢസ്ഥാനമായിട്ട് നിലമ്പൂര്, ബാലുശ്ശേരി ഇങ്ങനെ നമുക്ക് കാണാം. ഏതായാലും പിന്നീട് പല പല സ്ഥലത്തും ഉപാസനാമൂർത്തിയായിട്ട്, കുടുംബ ഭരദേവതയായിട്ട് സമാരാധിക്കപ്പെടുന്നുണ്ടെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. ഒട്ടനവധി കുടുംബ ഭരദേവതയായിട്ട് കിരാതനുണ്ട്. ആ കിരാതന്റെ വന്യവും ഗ്രാമ്യവുമായ രൂപമാണ് കരിയാത്തൻ. കൂടുതൽ ഇതൊക്കെ ഉപാസനാ വിഷയങ്ങളാണ്. അതത് സമ്പ്രദായത്തിനനുസരിച്ച് പോകുന്നവരിൽ നിന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഈ അടുത്ത കാലത്ത് നടന്ന സമാധി സംഭവത്തെക്കുറിച്ച് സ്വാമിജിക്ക് അറിയാമല്ലോ. ഈ അടുത്ത കാലത്ത് നടന്ന സമാധി സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പോ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഏറെ വാർത്തയായിരിക്കുന്ന തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തുള്ള ഗോപൻ സ്വാമിയുടെ ആ ഒരു സമാധിയുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങൾ, വിവാദങ്ങൾ, ആക്ഷേപങ്ങൾ, ഇതൊക്കെ ഉയർന്ന സാഹചര്യത്തിലായിരിക്കാം ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ടാവുക. ഏതായാലും നമ്മുടെ ഇവിടുത്തെ ഒരു ക്രമം അനുസരിച്ച് ഇത് കുറേ ദിവസം മുമ്പ് വെച്ച കടലാസ് ആയിരിക്കും. കാരണം അത്രയ്ക്കധികം കടലാസുകൾ ഇവിടെ ഉണ്ട്. ഇത് എഴുതിയതിന് ശേഷമായിരിക്കാം പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെയും ഫോറൻസിക് പരിശോധനകളുടെ മുഴുവൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് ആ ഒറ്റ വിഷയത്തിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. മറിച്ച് സമാധി എന്നുള്ളതിനെ കുറിച്ച് അല്പം ചിലത് പറയാം. അല്പമേ പറയാൻ നോക്കൂ. അത്രയും നിഗൂഢ വിഷയമാണ്. നിഗൂഢങ്ങളായ വിഷയങ്ങൾ ഒരു പൊതുസമൂഹത്തിൽ പറഞ്ഞാൽ പലപ്പോഴും ധരിച്ചില്ലാച്ചാൽ കുഴപ്പമില്ല, തെറ്റിദ്ധരിച്ചാൽ കുഴപ്പമാണ്. അതുകൊണ്ട് അതിനനുസരിച്ച് മാത്രമേ പറയുള്ളൂ. അത് മനസ്സിലാക്കുക. വാസ്തവത്തിൽ നമ്മൾ സമാധി എന്നുള്ളതിനെ പല തലങ്ങളിൽ, പല ദൃഷ്ടികളിൽ നോക്കിക്കാണാം. വേദാന്ത ശാസ്ത്രത്തിനനുസരിച്ച്, വേദാന്ത ശാസ്ത്രം മാത്രമല്ല സനാതനധർമ്മം, വേദാന്തം മാത്രമല്ല ഹിന്ദുത്വം, അത് പ്രത്യേകം മനസ്സിലാക്കുക. അവിടെ യോഗമുണ്ട്, വ്യത്യസ്ത ചിന്താധാരകളുണ്ട്, മന്ത്ര തന്ത്ര ഉപാസനാ പദ്ധതികളുണ്ട്. യോഗത്തിൽ തന്നെ പല വകഭേദങ്ങളുണ്ട്. ശിവരാജയോഗമുണ്ട്, ഹഠയോഗമുണ്ട്. ഇനി ഇതിൽ നിന്നൊക്കെ ഭിന്നമായിട്ട് അഗസ്ത്യപ്രോക്തമായിരിക്കുന്ന സിദ്ധ സമ്പ്രദായമുണ്ട്. ഇതെല്ലാം ചേർന്നതാണ് ഹിന്ദുധർമ്മം, സനാതനധർമ്മം. അല്ലാതെ ഏതെങ്കിലും ഒന്ന് മാത്രമല്ല. എങ്കിലും നമ്മൾ പറയുമ്പോൾ ആദ്യം വേദാന്ത ദൃഷ്ടിയിൽ പറയട്ടെ. ഒരു വ്യക്തിയുടെ സൂക്ഷ്മ ഉപാസനകളിലൂടെ, സ്വാധ്യായത്തിലൂടെ, വിചാരങ്ങളിലൂടെ, ഒന്നുകൂടി വ്യക്തമായ ഭാഷ പ്രയോഗിച്ചാൽ ശ്രവണ മനനങ്ങളിലൂടെ തീർത്തും ഏകാഗ്രതമമായി അങ്ങും ഇങ്ങും പരക്കം പായാതെ ഒരു തത്വത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന അന്തഃകരണത്തിൻ്റെ കാറ്റില്ലാത്തിടത്ത ദീപം പോലെയുള്ള അവസ്ഥയ്ക്കാണ് സമാധി എന്ന് പറയുക. ധ്യാതൃധ്യാനേ പരിത്യജ്യ ക്രമാധ്യേയൈക ഗോചരം നിവാതദീപവച്ചിത്തം
സമാധിരഭിധീയതേ. ധ്യാതാവ്, ധ്യേയം, ധ്യാനം ഈ ത്രിപുടികൾ ഒഴിഞ്ഞ് കേവലമായ സത്യത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന കാറ്റില്ലാത്തടത്ത ദീപം പോലെയുള്ള അന്ധകരണ സ്ഥിതിക്കാണ് സമാധി എന്ന് പറയുക. ഇതാണ് വേദാന്ത ദൃഷ്ടിയ സമാധി. ഈ സമാധിയിലേക്ക് എത്തിച്ചേരുന്ന തലങ്ങളെ യോഗശാസ്ത്രങ്ങളിൽ സമാധി എന്ന് പറയാറുണ്ട്. അവിടെയാണ് സബീജ സമാധി, നിർബീജ സമാധി എന്നൊക്കെ പല തരത്തിൽ, അല്ലെങ്കിൽ സവികൽപ്പ സമാധി, നിർവികൽപ്പ സമാധി എന്നൊക്കെ പല ഭാഷകളിൽ പറയുക. പക്ഷെ അവിടെയും ആത്യന്തികമായി നിർവികൽപ്പ സമാധി മാത്രമേ വേദാന്തിയുടെ ദൃഷ്ടിയിൽ സമാധിയുള്ളൂ. മറ്റത് സമാധിയിലേക്ക് എത്തിച്ചേരുന്ന സൂക്ഷ്മ അവസ്ഥകളാണ്. മനസ്സിലാക്കുക. ഈ സമാധി ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി എന്നൊന്നും വ്യത്യാസമില്ല. സാധനയിലൂടെ, വിചാരത്തിലൂടെ, സ്വാധ്യായത്തിലൂടെ, അതിസൂക്ഷ്മ സാധനകളിലൂടെ ഏതൊരു മനുഷ്യനും പ്രാപിക്കാവുന്നതാണ്. ഇനി സമാധി ശബ്ദത്തിന് വേറൊരർത്ഥം, സമാധീയന്തേ ചിത്തവൃത്തയഃ യസ്മിൻ എന്ന്. അതായത് നമ്മുടെ വൃത്തികളൊക്കെ, അന്തഃകരണത്തിന്റെ സകല വൃത്തികളും എവിടെയാണോ സമീകരിക്കപ്പെടുന്നത്, ഏകീകരിക്കപ്പെടുന്നത്, അതാണ് സമാധി എന്ന് പറയുമ്പോൾ ആത്മാന്നർത്ഥം വരും സമാധിക്ക്. ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യ സ്വാമികൾ ഭഗവത്ഗീതാ ഭാഷ്യത്തിൽ പല സന്ദർഭങ്ങളിലും ഈ അർത്ഥമാണ് സമാധിക്ക് സ്വീകരിച്ചത്, ആത്മാ എന്ന്. ഇപ്പൊ രണ്ടർത്ഥം പറഞ്ഞു. ഇനി നമുക്ക് യോഗസാധനകളിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് ഹഠയോഗത്തിൻ്റെ ഒക്കെ ഒരു സമ്പ്രദായത്തിലേക്ക് വരുമ്പോൾ, യോഗി സ്വേച്ഛയ തൻ്റെ സ്ഥൂലങ്ങളായ പ്രാണവൃത്തികളെ മുഴുവൻ ഏകീകരിച്ച് ഒതുക്കി, ഇപ്പൊ പല വൃത്തിഭേദങ്ങളിൽ പ്രസരിക്കുന്ന പ്രാണങ്ങളെ മുഴുവൻ ഒതുക്കി, പ്രാണ, അപാന, സമാന, വ്യാന ഭേദങ്ങളെ ക്രമമായി ഒതുക്കി പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്. 10 ഉച്ചകോടിയിലെ യോഗികൾക്ക് മാത്രം സാധ്യമാകുന്നതാണ്. ക്രമേണ ഉദാനനിലേക്ക് കൊണ്ടുവന്ന് ബോധപൂർവം ആ ഉദാനനെ സുഷുമ്ന വഴി ക്രമികമായി ഉയർത്തി ഓരോ ചക്രഭേദനവും നടത്തി, ബ്രഹ്മഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി, രുദ്രഗ്രന്ഥി, അങ്ങനെ ഗ്രന്ഥികൾ ഓരോന്നായി ഭേദിച്ച് ക്രമികമായി സഹസ്രാര പത്മത്തിലേക്ക്, സഹസ്രാംബുജാരൂഢ സുധാസാരാഭിവർഷിണി എന്നുള്ള ആ ഒരു തലത്തിലേക്ക് തൻ്റെ പ്രാണങ്ങളെ ഉയർത്തുന്നതാണ് ബോധപൂർവം സ്വീകരിക്കുന്ന സമാധി. അവിടെ വാസ്തവത്തിൽ ആ സമാഹിതന്റെ മൂർധാവില് ബ്രഹ്മരന്ധ്രം ഭേദിക്കപ്പെടും, ഒരു സംശയമില്ല. ഇതോടെ വേദാന്തിയുടെ ദൃഷ്ടിയിൽ ഇതിനൊരു പ്രാധാന്യമില്ല കേട്ടോ. നീരോഗ ഉപവിഷ്ടോവ രുഗ്ണോവ വിലുഢൻ ഭുവി. ഒരാള് വളരെ ആരോഗ്യത്തോടു കൂടി ഇരുന്ന് ശരീരം പോവുകയാണെങ്കിലും കൊള്ളാം, രോഗിയായി കിടന്ന് ശരീരം പോവുകയാണെങ്കിലും കൊള്ളാം, വിലുഢൻ ഭുവി ഭൂമിയിൽ ഉരുണ്ട് ശരീരം പോവുകയാണെങ്കിലും കൊള്ളാം, ജ്ഞാനി തന്നെയാ, മുക്തൻ തന്നെയാ. ഇതൊക്കെ ശരീരധർമ്മങ്ങളാണ്. അതുകൊണ്ട് വേദാന്തി ഇതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. എന്നാൽ ഹഠയോഗാദി സാധനാ മാർഗത്തിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഓരോ വഴിക്ക് പോകുന്നവരെ സംബന്ധിച്ചാണ് ഇതിൻ്റെയൊക്കെ ന്യൂനാധിക ഭാവങ്ങൾ. അതുകൊണ്ട് ഒന്നിന് മാത്രം അറിഞ്ഞവൻ മറ്റൊന്നിനെ വിമർശിക്കരുത്, നിന്ദിക്കരുത്. എനിക്കറിയില്ല എന്ന് പറയാനുള്ള ആർജവെങ്കിലും ഉണ്ടാവണം. ഇങ്ങനെ അത്യുച്ചകോടിയിൽപ്പെട്ട യോഗികള് സ്വേച്ഛയ ഇരുന്ന് അഥവാ കിടന്ന് തൻ്റെ പ്രാണങ്ങളെ
ക്രമികമായി ഉയർത്തി ബ്രഹ്മരന്ധ്രം വഴി ഭേദിച്ച് ശരീരത്യാഗം ചെയ്യുന്നതാണ് ഇങ്ങനെ സ്വേച്ഛ സ്വീകരിക്കുന്ന സമാധി. ഈ പറഞ്ഞ അഷ്ടാംഗയോഗ എന്ന് പറയുന്നത് ഹഠയോഗ മാർഗത്തിൽ, അതുപോലെ ശിവരാജയോഗത്തിലൊക്കെ അതിനുള്ള മാർഗങ്ങളുണ്ട്. ഖേജരി തുടങ്ങിയ മുദ്രകളെ ശീലിച്ച് സമ്പൂർണ്ണ പ്രാണങ്ങളെയും മൂർധാവിൽ കൊണ്ടുവന്ന് യാതൊരു ഒരു 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 താതാത്മ്യഭാവവും ഇല്ലാതെ സർപ്പം അതിൻ്റെ തൊലി അഴിച്ചു വെക്കുന്നത് പോലെ ശരീരത്തെ അങ്ങോട്ട് ഉപേക്ഷിക്കുന്ന ചര്യയുണ്ട്. ഇനി അഗസ്ത്യപ്രോക്തമായിരിക്കുന്ന സിദ്ധയോഗ സമ്പ്രദായം വളരെ വ്യാപകമാണ് തമിഴ്നാട്ടിൽ. ആ സിദ്ധ സമ്പ്രദായത്തിൻ്റെ വലിയ പരമ്പരകൾ കേരളത്തിലും തിരുവനന്തപുരം ജില്ലയിലൊക്കെ വളരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം അപ്രകാരമുള്ള സിദ്ധ സമാധികളെ തിരുവനന്തപുരത്ത് പോയാൽ കാണാം, തിരുവനന്തപുരം ജില്ലയിൽ പോയാൽ കാണാം. അത് ഈ അഗസ്ത്യപ്രോക്തമായിരിക്കുന്ന സിദ്ധ സമ്പ്രദായത്തിൻ്റെ വലിയ ഒരു 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 പ്രഭാവമുള്ള സ്ഥലമാണ്. അവിടെ ഒരാള് സ്വയം ശരീരം ഉപേക്ഷിക്കാൻ നിശ്ചയിച്ചാൽ ഈ പറഞ്ഞതുപോലെ അത് എന്തുകൊണ്ട് നിശ്ചയിക്കുന്നു അയാൾക്ക് അറിയുള്ളൂ, നമുക്കറിയില്ല. അയാൾക്ക് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ് ശിഷ്യന്മാരെ അറിയിക്കണം. അല്ലെങ്കിൽ അയാൾക്ക് ഏകാന്തമായ കാട്ടിൽ, ഒരു മനുഷ്യനും അറിയാത്ത കാട്ടിൽ പോയിട്ട്, അല്ലെങ്കിൽ ഗിരിഗുഹയിൽ പോയിട്ട്, പിന്നെ നദീപുളിനത്തിൽ പോയിട്ട്, നദീയുടെ തീരത്ത് പോയിട്ട് ഒക്കെ ചെയ്യാം. അവിടെ ശിഷ്യന്മാരൊന്നും അറിയിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ജനങ്ങൾ വസിക്കുന്ന സ്ഥലത്താണെങ്കിൽ തീർച്ചയായിട്ടും ശിഷ്യന്മാരെ അറിയിക്കണം. എന്നിട്ട് അതിന് കണക്കൊക്കെ ഉണ്ട്. ഇത്ര ആഴമുള്ള കുഴി എടുക്കണം, ആ കുഴിയുടെ വലുപ്പം വേണം, അതിൽ അനായാസമായി ഇരിക്കാൻ പറ്റണം. ഇനിയിപ്പോൾ അതിൻ്റെ വലുപ്പമൊന്നും ഇപ്പോൾ ഇവിടെ പറയാൻ പോണില്ല, പൂർണ്ണമായിട്ടോട്ട് നമുക്ക് അറിയേയില്ല. അത് അറിഞ്ഞെടുത്തോളം 10 അടി നീളവും വീതിയുള്ള കുഴി ആദ്യമേ ഉണ്ടാക്കി, അതിനുള്ളിൽ 6 അടിയുള്ളത് ഉണ്ടാക്കി, അതിനുള്ളിൽ പത്മാകാരമായിട്ടുള്ള ഇരിപ്പിടുണ്ടാക്കി, അതിൽ ദർഭ വിരിച്ചിട്ടാണ് ഇരിക്കേണ്ടത്. അങ്ങനെ അയാള് ഇതിനി പറയണത് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കേസ് വരും കേട്ടോ. ഇനി പറയാൻ പോണത് പറഞ്ഞാൽ അയാള് തൻ്റെ പ്രാണങ്ങളെ ശരിക്ക് സംയമിച്ച് അയമിച്ച് ഉദാനനിൽ മാത്രം ഒതുക്കുന്ന സമയം വരുമ്പോഴത്തേക്ക് ദേഹം കഴുത്തിന് താഴോട്ടുള്ളത് നിശ്ചലവും. അങ്ങനെ നിശ്ചലമായാൽ ഈ ശിഷ്യന്മാരാണ് അത് മണ്ണ് തുടങ്ങിയവ ഇട്ടിട്ട് ഇതുവരെ മൂടേണ്ടത്. മരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അടുത്ത നിമിഷത്തിൽ അയാള് മൂർധാവിനെ ഭേദിക്കും. ആ സമയത്ത് ഭസ്മം കൊണ്ട് ഊർധ്വസ്ഥാനവും മൂടണം. ഇങ്ങനെയുള്ള സമാധികളെയാണ് ജീവസമാധി എന്ന് നമ്മൾ പറയുന്നത്. ദക്ഷിണ ഭാരതത്തിലെ വലിയ മഹാക്ഷേത്രങ്ങളിൽ പലതും ഇത്തരം മഹാസമാധികൾക്ക് മുകളിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഏറ്റവും പ്രഭാവമുള്ള, ഏറ്റവും തേജോയുക്തമായ മിക്ക മഹാക്ഷേത്രങ്ങളിലും, മഹാശിവക്ഷേത്രങ്ങൾ ഇത്തരം സമാധികളുടെ മുകളിലാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഇതിനെയൊക്കെ നിന്ദിക്കാനും അപമാനിക്കാനും അവഹേളിക്കാനും മെനക്കെടുന്നുണ്ടല്ലോ പലരും. അവർക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയോ? എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ പറയണത്? മരണമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയപ്പെടുന്നവർക്ക് ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. കാരണം മനുഷ്യന്റെ ഏറ്റവും വലിയ വിവരക്കേട് എന്താന്ന് ചോദിച്ചാൽ, ഞാൻ മനസ്സിലാക്കിയത് മാത്രം ശരി, എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതൊക്കെ ദോഷം. ഓരോ കാലഘട്ടത്തിലും ഈ ഈ സോഷ്യൽ മൊറാലിറ്റി എന്നുള്ളത് മാറി വരും. സാമൂഹിക സദാചാരം അത് മാറി വരും. ഒരു കാലഘട്ടത്തിൻ്റെ മൊത്തം സമൂഹ മനസ്സിൻ്റെ ഒരു ഇന്നത് ഗുണകരമാണ് എന്ന സ്പന്ദനം നിലനിൽക്കുമ്പോൾ അതായിരിക്കും ആ സാമൂഹിക ക്രമത്തിൽ സാമൂഹിക സദാചാരം. ഇവിടെ വലിയൊരു ചർച്ച നിയമത്തിൻ്റെ ലോകത്തിൽ എപ്പോഴും നടക്കുന്നുണ്ട്.
കാരണം ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി, സോഷ്യൽ മൊറാലിറ്റി ഇവ തമ്മിലുള്ള വ്യത്യാസം. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിന്ന് സോഷ്യൽ മൊറാലിറ്റി ഉണ്ടാവണോ, അല്ല സോഷ്യൽ മൊറാലിറ്റിക്ക് അനുസൃതമായിരിക്കണോ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി? ഇത് വലിയ പ്രശ്നമാണ്, അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. പക്ഷെ ഈ തർക്കം നിലനിൽക്കുന്നുണ്ട്. നിയമവിദഗ്ധർക്കിടയ്ക്ക് അന്നും ഇന്നും എന്നും നിലനിൽക്കുന്ന ഒരു തർക്കമാണിത്. ഒന്ന് നമുക്ക് ഉറപ്പിക്കാം, ഒരു രാജ്യത്തിൻ്റെ, രാഷ്ട്രം എന്ന് പറഞ്ഞിട്ടില്ല, ഒരു രാജ്യത്തിൻ്റെ സുഗമമായ ഗതിക്ക് സോഷ്യൽ മൊറാലിറ്റിക്ക് അനുസൃതമായിരിക്കണം ജുഡീഷ്യൽ മൊറാലിറ്റി, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ശക്തമായി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രമേണ അതിനനുസരിച്ച് സാമൂഹിക നീതിബോധം, സദാചാരബോധം ഉയർന്നു വരും. ഇത് രണ്ടും പരസ്പര ബന്ധപ്പെട്ടതാണ്. അപ്പോ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഉരുത്തിരിയുന്നതും മാറ്റത്തിന് വിധേയമാകുന്നതുമായ, ശ്രദ്ധിക്കണം, വളരെ വിഷമം പിടിച്ച ഒരു വിഷയമാണ് ഈ ചോദ്യത്തിലുള്ളത്. അതുകൊണ്ടാണ് വളരെ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമ്മളെ ചിന്തകളൊന്നും, നിങ്ങൾക്ക് എതിർക്കാൻ അധികാരമുണ്ട്, ഇത് പറയുന്ന ആൾ എന്ത് തെറി വിളിക്കാനും നിങ്ങൾക്ക് അധികാരമുണ്ട്. പക്ഷേ ആശയം മനസ്സിലാക്കിയിട്ട് വേണം. ആശയം മനസ്സിലാക്കാതെ ആക്ഷേപിക്കാൻ പാടില്ല. ഒരു കാലഘട്ടത്തിൽ നിലവിലുള്ള സാമൂഹിക അവബോധം അത് മറ്റൊരു കാലഘട്ടത്തിലെ മറ്റൊരു ദേശവിശേഷത്തിലെ സാമൂഹിക അവബോധമായിട്ട് തട്ടിച്ചു നോക്കുക, തുലനം ചെയ്യുക സാധ്യമാണ്. നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ് സാമൂഹിക നീതിബോധം, സാമൂഹിക സദാചാരം എന്നത്. നിരന്തര മാറ്റത്തിന് വിധേയമാണ്. ഒരു ഉദാഹരണം പറയാം. ഒരു 20 കൊല്ലം മുമ്പ് നമ്മൾ ഇവിടെ ഇരുന്ന്, ഈ കോഴിക്കോട് ഇരുന്നിട്ട് സംസാരിക്കാന്ന് വെച്ചോളൂ. നീ അറിഞ്ഞോ എന്ത് നമ്മുടെ കിഴക്കേലുണ്ടല്ലോ ഒരു യുവാവ് യുവതി ഒന്നിച്ച് താമസിക്കുക? അതിനെന്താ, നിനക്കെന്ത് വേണം? നല്ലതല്ലേ? അല്ല, അവരുടെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല അത്രേ. അയ്യേ, കല്യാണമൊന്നും കഴിക്കാണ്ട് അവർ ഒന്നിച്ച് താമസിക്കുക? എന്ത് കാലം അത്, കലികാലം കലികാലം എന്ന് പറയുമായിരുന്നു. ഇന്ന് പറയുമോ? ഇന്ന് പറയില്ല. കാരണം ലിവിങ് ടുഗദർ എന്നുള്ളത് നിയമം മുഖേന ഇന്ന് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ ലിവിങ് ടുഗദറിനെ അംഗീകരിച്ച നിയമവ്യവസ്ഥ വന്നപ്പോൾ ആ ജുഡീഷ്യൽ മൊറാലിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള വാക്ക് ബോധപൂർവം മാറ്റിയതാണ്, ജുഡീഷ്യൽ മൊറാലിറ്റിയെ സമൂഹം സ്വീകരിച്ചു. സോഷ്യൽ മൊറാലിറ്റിയുടെ ഭാഗമായി മാറിയത്. ഇപ്പൊ ആരും അതിനെ എതിർക്കില്ല. എന്നാൽ ഇപ്പോഴും അത് എതിർക്കുന്ന പ്രദേശങ്ങളുണ്ടാവും. ഇപ്പൊ ഞാനിവിടെ പറയുകയാണ്, അയ്യോ ആ പാവപ്പെട്ട ആള് വല്ലാതെ കഷ്ടപ്പെട്ടു കിട്ടുമോ, എത്രയാ വിഷമിച്ചെന്ന് കണക്കില്ല. ഒരു കഴിഞ്ഞ കൊല്ലം തന്നെ ക്യാൻസർ 4th സ്റ്റേജ് ആയിരുന്നു. അപ്പൊ ജീവിക്കാൻ വയ്യ അദ്ദേഹത്തിന്. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട സ്ഥിതിയും നരകയാതന എന്ന് പറഞ്ഞാൽ പോരെ. ഏതായാലും നല്ലൊരു ഡോക്ടർ അദ്ദേഹം വിഷം കുത്തിവെച്ച് അയാളെ കൊന്നു എന്ന് ഞാൻ പറഞ്ഞു വിചാരിച്ചോളൂ. ഇന്ന് ഇന്ത്യയിൽ അംഗീകരിക്കില്ല. മഹാദുഷ്ടൻ. നിയമത്തിന്റെ ദൃഷ്ടിയിൽ ആ ഡോക്ടറെ ജയിലിൽ അടയ്ക്കണം. കാരണം ദയാവധം എന്നുള്ളത് നിയമം മുഖേന ഭാരതത്തിൽ അംഗീകരിച്ചിട്ടില്ല. എന്നാൽ അത് അംഗീകരിച്ച രാജ്യം, ഉദാഹരണം ഓസ്ട്രേലിയ. ഇതേ വിഷയം ഓസ്ട്രേലിയയിലാണെങ്കിലോ നന്നായി, അസ്സലായി, ഇത്ര നല്ല ഡോക്ടറാ, പുണ്യവാനായ ഡോക്ടറാട്ടോ, അത് കണ്ടറിഞ്ഞു കൊന്നൂലോ എന്ന് പറയും. ഒരു സംശയമില്ലാതെ പറയുന്നു, കുറച്ചു കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ നിലവിൽ വരും, വന്നേ മതിയാവും. കാരണം കഷ്ടപ്പാട്, മനുഷ്യന്റെ കഷ്ടപ്പാടിന്റെ അങ്ങ് അറ്റം കാണുമ്പോൾ അത്തരം നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കിയേ മതിയാവും. അവിടെ ധാർമ്മിക ചോദ്യങ്ങളൊക്കെ വരും. നിനക്ക് ജീവൻ എടുക്കാൻ അധികാരമുണ്ടോ എന്നൊക്കെ ചോദ്യം വരും. അതവിടെ നിൽക്കട്ടെ, അത് വേറെ പ്രകൃതത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ കാലത്തിനനുസരിച്ച് ഈ മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങൾ ജുഡീഷ്യൽ മൊറാലിറ്റി അംഗീകരിച്ചു കഴിഞ്ഞാൽ ക്രമേണ സോഷ്യൽ മൊറാലിറ്റിയുടെ ഭാഗമാകും. അപ്പോൾ ഒരു കാലഘട്ടത്തിലെ, ഒരു ദേശവിശേഷത്തിലെ സാമുദായിക സദാചാരബോധമോ നീതിബോധമോ മാത്രം വെച്ചുകൊണ്ട് ഒന്നിനെ തെറ്റെന്നോ ശരിയെന്നോ മുദ്ര കുത്തരുത്.
ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇവിടെ ഒരുപാട് വിഷയങ്ങൾ അന്തർഭവിച്ചിട്ടുണ്ട്, ഒരുപാട് വിഷയങ്ങൾ. എന്നാൽ ഇവിടെ പരാമർശിക്കപ്പെട്ട വിഷയത്തിന്റെ പേരിൽ സമാധി എന്നുള്ളൊരു മഹാസങ്കേതത്തെ പോലും അപമാനിക്കും വിധം ഇന്ന് എന്താണ് സമാധി എന്ന് ഒരു സമാന്നുള്ളത് പോലും പറയാൻ കഴിവില്ലാത്തവര് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് പിന്നെ വിവരക്കേടിന് നമുക്കൊന്നും പറയാനില്ല, അവരില്ലാത്തവരെന്തോ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. പക്ഷെ അത്തരം ചർച്ചയിലേക്ക് നീങ്ങാൻ കാരണമായിരിക്കുന്നത് ഒരു സാമൂഹികമായി നമ്മുടെ രാജ്യത്തിലെ നിയമപാലനത്തിൽ വന്നുപോയ ചെറിയ വീഴ്ചയാണെന്ന് അംഗീകരിക്കാതെ തരമില്ല. കാരണം വേണ്ടതുപോലെ ചുറ്റുപാടിനെ അറിയിച്ചുകൊണ്ടായിരുന്നെങ്കിൽ ഈ വിവാദങ്ങളൊന്നും ഈ പറഞ്ഞ ഗോപൻ സ്വാമിയുടെ വിഷയത്തിൽ ഉണ്ടാവില്ലായിരുന്നു. എല്ലാവരും അതിനെ ഭക്തിപൂർവം ആദരിച്ച് തന്നെ നോക്കുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ചുള്ള അഭിപ്രായത്തിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. കാരണം അതെന്താന്നുള്ളത് ഇനിയും ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ പൂർണ്ണമായി വന്നിട്ടില്ല. അതൊക്കെ വന്നാൽ തന്നെ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പാടുള്ളൂ, അല്ലാതെ ഒന്നും പറയാൻ പാടില്ല. പക്ഷെ സമാധി എന്നുള്ളത് ഇങ്ങനെയൊക്കെ ചില സങ്കേതങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. ഒരു യോഗിക്ക്, അതുപോലെ ഒരു സന്യാസിക്ക് തൻ്റെ ശരീരം കൊണ്ട് തനിക്കൊരു പ്രയോജനം ഇനിയില്ല, കൃതാർത്ഥായി കഴിഞ്ഞു. മറ്റുള്ളവർക്കും ഇതിനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നുറച്ചു കഴിഞ്ഞാൽ അത്യുന്നതമായ പർവ്വതത്തിന് മുകളിൽ നിന്ന് ചാടിയോ അഗ്നിയിലേക്ക് ചാടിയോ കുത്തിയൊഴുകുന്ന നദിയിലേക്ക് ചാടിയോ ശരീരം ഉപേക്ഷിക്കാം എന്ന് സ്മൃതിയുണ്ട്. സ്മൃതിയാണേ, സ്മൃതിയുണ്ട്. തനിക്ക് ഇതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അതൊരു നിരാശാബോധത്തിൽ നിന്നല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനെക്കൊണ്ടുള്ള പണി കഴിഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണോ ഈ ദേഹം കിട്ടിയത് അതുകൊണ്ടുള്ള പണി കഴിഞ്ഞു. അതെനിക്ക് നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ പിന്നെ എത്ര കാലം ഇരുന്നത്? ഇതുകൊണ്ട് നാട്ടുകാർക്ക് ആർക്കൊക്കെ എന്തൊക്കെയോ ഉപകാരം ഉണ്ടായിരുന്നു, ശിഷ്യന്മാരെ പഠിപ്പിക്കാനോ മറ്റുള്ളവർക്ക് മാർഗദർശനം. ഇപ്പം അതിനൊന്നും കഴിയില്ല, ഒന്നും വയ്യ, വേണ്ട. എന്നാ പിന്നെ വലിയ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുക, അല്ലെങ്കിൽ അഗ്നിയിലേക്ക് ചാടുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ സ്വയം ഉപേക്ഷിക്കുക, ഭക്ഷണം നിർത്തുക, പ്രായോപവേശം ചെയ്യുക. ഇതൊക്കെ വിധിയുണ്ട്. ഇതൊക്കെ ലോകദൃഷ്ടിയിൽ ആത്മഹത്യയാവും. ലോകദൃഷ്ടി ഇപ്പൊ നോക്കിയിട്ട് കാര്യമുണ്ട, ലോകദൃഷ്ടി മാറിക്കൊണ്ടേയിരിക്കും. ഇന്നത്തെ ലോകദൃഷ്ടി ആവില്ല നാളത്തെ ലോകദൃഷ്ടി. ശരി, ഏതായാലും കൊള്ളാം. ഒരു സാധകൻ, സാധാരണ മനുഷ്യൻ, ആദ്യത്തെ മതിയായിരുന്നു, ഒരു സാധകൻ മതിയായിരുന്നു. സാധാരണ മനുഷ്യൻ, എല്ലാവരും സാധാരണ മനുഷ്യന്മാരാന്നേ. ആരാപ്പാ സാധാരണ മനുഷ്യരുള്ള? എല്ലാം സാധാരണയാണ്. ക്രോധം, മോഹം എക്സെട്ര മനസ്സിൽ അടിച്ചമർത്തി വെച്ചാൽ, കാമം, ക്രോധം ഒക്കെ ഇങ്ങനെയുള്ള ഒക്കെ പലതും ഉണ്ടല്ലോ, ചിത്തത്തിൻ്റെ വൈകാരിക ഭാവങ്ങൾ അടിച്ചമർത്തി വെച്ചാൽ ഒരിക്കൽ ഇതെല്ലാം കൂടി ഒരു ഇമോഷണൽ ഔട്ട്ബേസ്റ്റായി പുറത്തു വരില്ല, തീർച്ചയായിട്ടും പൊട്ടിത്തെറിക്കും. എന്തമർത്തി വെച്ചാലും പൊട്ടിത്തെറിക്കും, ഉറപ്പ്. അപ്പൊ അത് അപകടമല്ലേ? അത്യപകടമാണ്. പൊട്ടിത്തെറി എല്ലാവർക്കും അപകടം. അല്ലെങ്കിൽ പിന്നെ അത് പൊട്ടിത്തെറി അല്ല, വേറെ ചിലതാണെന്നൊക്കെ വരുത്തി തീർക്കാൻ ചില സംവിധാനങ്ങളൊക്കെ വേണ്ടി വരും. ബോംബ് സ്ഫോടനം നടന്നപ്പോൾ അത് ഗ്യാസിന്റെ സിലിണ്ടർ പൊട്ടിയതാ എന്ന് വരുത്താൻ സാധിച്ചു വെച്ചാൽ നല്ലത്, അത്രയേ ഉള്ളൂ. കൈയൊക്കെ കഷ്ണം കഷ്ണമായിപ്പോയി, അപ്പോഴത് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്, രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഒക്കെ ആവാലോ. അങ്ങനെയൊക്കെ വരുത്താൻ കഴിഞ്ഞാൽ വിരോധമില്ല, അല്ലാതെ വയ്യ. പൊട്ടിത്തെറിക്കാൻ ചെയ്യും. ആ പൊട്ടിത്തെറി അത്യപകടവും. അതുകൊണ്ട് നമ്മുടെ ആചാര്യന്മാരാരും തന്നെ കാമ,
ക്രോധാദി വേഗങ്ങളെ അമർത്തി വയ്ക്കാൻ പറഞ്ഞിട്ടില്ല. ഒരു വേഗവും തടയരുതെന്നാ പറഞ്ഞേ. ഒരു വേഗവും ജീവിതത്തിൽ തടയരുത്. വിവേകാഭ്യാസം കൊണ്ട് വേഗം ആവിർഭവിക്കുന്നതിന് മുമ്പ് തന്നെ നിയന്ത്രിക്കുക. വിവേകാഭ്യാസം കൊണ്ട്, നിത്യാനിത്യ വിവേകം കൊണ്ട് നിയമനം സ്വാഭാവികമായി തീരും. അല്ലാതെ അടിച്ചമർത്താൻ ഒരാചാര്യനും ഒരിടത്തും പറഞ്ഞിട്ടില്ല. അവിടെ അടിച്ചമർത്താൻ ആരും ശ്രമിക്കരുത്. അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ഒരു സംശയമില്ല, പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിച്ചാൽ തനിക്ക് മാത്രമല്ല ഉപദ്രവം, ചുറ്റുപാട് മുഴുവൻ ഉപദ്രവമാവും. എല്ലാ പൊട്ടിത്തെറികളും അത്യപകടകരങ്ങളാണ്. അടക്കി വെച്ചതെല്ലാം പുറത്ത് ചാടില്ലേ, ചാടിയേ മതിയാവും. അതുകൊണ്ട് അധികം അമർത്തി വെക്കരുത് എന്നാണ് പറയാനുള്ളത്. കുംഭമേളയോടനുബന്ധിച്ച് പങ്കെടുക്കുന്ന വിവിധ അഖാഡകളെ കുറിച്ച് വിശദീകരിച്ച് തരുമോ? അറിയില്ല കേട്ടോ, അറിയാത്ത വിഷയമാണ്. കുറെ അഖാഡകൾ ഉണ്ട് എന്നൊക്കെ അറിയാം. നമ്മളൊരു നിരഞ്ജനി അഖാഡയിൽ പെട്ട ആളാന്നും അറിയാം. എന്നല്ലാതെ ഇന്ന് വരെ നിരഞ്ജനി അഖാഡ കണ്ടിട്ട് പോലും ഇല്ല. പിന്നെ എങ്ങനെയാ സ്വാമി നിങ്ങൾ നിരഞ്ജനി അഖാഡയുടെ ആളാന്ന് പറയണത്? കൈലാസാശ്രമത്തിൽ നിന്ന് സന്യാസ ദീക്ഷ സ്വീകരിക്കണവർക്കൊക്കെ നിരഞ്ജനി അഖാഡ അംഗത്വം നൽകും. ഏറ്റവും വലിയ അഖാഡ ജൂന അഖാഡയാണ് അംഗസംഖ്യ കൊണ്ട്. 13ഓളം അഖാഡകൾ ഇപ്പം ഉണ്ടെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എല്ലാ അഖാഡകൾക്കും ഒരു ആചാര്യ മഹാമണ്ഡലേശ്വരൻ ഉണ്ടാവും, അതിന് താഴെ മണ്ഡലേശ്വരന്മാരുണ്ടാവും, അതിന് താഴെയാണ് അംഗീകൃത മഠാധിപതികൾ. ഇതൊരു ബന്ധാവ്. വേറൊരു ബന്ധാവിൽ ഇതേ ആചാര്യ മഹാമണ്ഡലേശ്വരന്റെ കീഴിൽ തന്നെയാണ് നാഗബാബമാരൊക്കെ ഉണ്ടാവും. എല്ലാ അഖാഡകളുടെയും തലപ്പത്ത് ആചാര്യ മഹാമണ്ഡലേശ്വരൻ ഉണ്ടാവുക. അത് കൂടുതൽ അവരുടെ വിവരങ്ങളും പേരുകളും ഒന്നും എനിക്കറിയില്ല. അങ്ങനത്തെ വിഷയങ്ങളിലൊന്നും ഏറെ പങ്കെടുക്കുകയുണ്ടായിട്ടില്ല, ഒട്ട് അഭിരുചിയും ഇല്ല ഉള്ളത് പറയണല്ലോ. അപ്പൊ സ്വാമി കുംഭമേളയ്ക്കൊന്നും പോയിട്ടില്ലേ? പോയിട്ടുണ്ട്. അത് ചില മീറ്റിങ്ങുകൾ അതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കപ്പെടുമ്പോൾ പങ്കെടുക്കണം എന്നുള്ള ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് പോയതാ. അല്ലാതെ സത്യം പറയാൻ, തുറന്നു പറയണല്ല, അതിലൊരു അഭിരുചി ഇല്ല. അത് ശ്രേഷ്ഠാട്ടോ, അത് വളരെ ശ്രേഷ്ഠമാണ്, അതിന് അങ്ങേയറ്റം നമ്മൾ ബഹുമാനിക്കുന്നു. പക്ഷെ അത്തരം ബഹളങ്ങളിലൊന്നും പോകാൻ വലിയൊരു താല്പര്യം ഇല്ല. അതാണ് സത്യം. വലിയ പുരുഷാരല്ലേ. BJP സർക്കാർ കേന്ദ്രം ഭരിക്കുമ്പോൾ പോലും ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റുകൾ വൻതോതിൽ ഹിന്ദുക്കളെ, പ്രത്യേകിച്ചും ദളിതരെ മതപരിവർത്തനം നടത്തുന്നു. ദളിതർ എന്നുള്ള ശബ്ദം ഉപയോഗിക്കരുതേ, തെറ്റായ പദപ്രയോഗം. അത് ദയവ് ചെയ്ത് ഉപയോഗിക്കരുത്. ഭാരതത്തിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് ഉപയോഗിച്ചോളൂ. മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്താൽ പട്ടിക ജാതി, പട്ടിക വർഗം എന്ന് ഉപയോഗിക്കാം. കാരണം ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ അനുബന്ധങ്ങളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ട്രൈബുകൾ, അനുബന്ധത്തിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട കാസ്റ്റുകൾ, അതാണ് ഷെഡ്യൂൾഡ് ട്രൈബും ഷെഡ്യൂൾഡ് കാസ്റ്റും. അത് ഭരണഘടനയ്ക്ക് അനുസരിച്ച് പറയാം. എന്നാൽ ക്വാസി ജുഡീഷ്യൽ പവറുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റ് ട്രൈബ്സ് ട്രിബ്യൂണലിൻ്റെ ഒരു വിധി, കൊല്ലമൊന്നും ഇപ്പോൾ ഓർമ്മയില്ല, പക്ഷെ ആ വിധി ഇന്ന് വരെ ഒരു ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ എഴുതി തള്ളിയിട്ടില്ല, റദ്ദ് ചെയ്തിട്ടില്ല. ആ വിധിയിൽ ദളിത ശബ്ദം പ്രയോഗിക്കരുത് എന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. കൊല്ലമൊന്നും ഓർമ്മയില്ല, വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും ദളിത ശബ്ദം ഉപയോഗിക്കാതിരിക്കുക. രാഷ്ട്രീയക്കാരൊക്കെ ഉപയോഗിക്കണോ, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് തെറ്റാണ്. ആരും ദളിതനില്ല, എല്ലാവരും ശ്രേഷ്ഠന്മാരാ. ദളിതൻ എന്ന് പറഞ്ഞാൽ വീണവെന്ന അർത്ഥം, പതിച്ചവെന്ന അർത്ഥം. നിപതിച്ചവൻ ആരുമില്ല. ആര് നിപതിച്ചാലും എഴുന്നേറ്റ് നടക്കാം. വീണു വെച്ചിട്ട് അവിടെ കിടക്കേണ്ട ആവശ്യമില്ല.
ദയവ് ഇത് ദളിത ശബ്ദം പ്രയോഗിക്കാതിരിക്കുക. ബാക്കിയൊക്കെ അംഗീകരിച്ചു. അജ്ഞാനത്തെയും ദാരിദ്ര്യത്തെയും മുതലെടുത്ത് ധാരാളം മതപരിവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ 100% അതിനോട് യോജിച്ചു. ആന്ധ്ര, ജാർഖണ്ഡ് മുതലായ സംസ്ഥാനങ്ങളിൽ വലിയ തോതിലാണ് മതപരിവർത്തനം നടക്കുന്നത്. ജാർഖണ്ഡിൽ വളരെ വലുതാണ്. ഇതിനേക്കാളൊക്കെ വലിയ അളവിലാണ് ഇപ്പോൾ പഞ്ചാബിൽ നടക്കുന്നത്. പഞ്ചാബിലാണ് ഇപ്പോൾ വളരെ വലിയ റേറ്റിൽ നടക്കുന്നത്. ആന്ധ്രയിൽ അതിൻ്റെ റേറ്റ് കുറഞ്ഞു, വളരെ കുറഞ്ഞു. തെലങ്കാനയിലും വളരെയധികം കുറഞ്ഞു. നടക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പൊ കൂടുതൽ അധികം പഞ്ചാബിലും ജാർഖണ്ഡിലൊക്കെ നടക്കുന്നുണ്ട്. ഇങ്ങനെ പോയാൽ അധികം വൈകാതെ ഭാരതം ഇസ്ലാമിസ്റ്റുകളും ക്രിസ്ത്യൻസും പങ്കിട്ടെടുക്കുന്ന അവസ്ഥയാണ്. ധാരാളം ഹൈന്ദവ സന്യാസി സംഘടനകൾ ഈ രാജ്യത്തുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷവും ഈ വിപത്തിനെ നേരിടാനുള്ള പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുന്നു. സന്യാസി സംഘടനകൾ മതേതരത്വം പറഞ്ഞിരിക്കുന്നു. ഇതിൽ സ്വാമിജിയുടെ അഭിപ്രായം എന്താണ്? ഈ സന്യാസിമാര് തന്നെ അങ്ങനെ പറയാനാ മെനക്കെടുന്നതിനാ? സന്യാസിനേക്കാൾ എത്ര ഇരട്ടി ഗൃഹസ്ഥന്മാർ ഇവിടെ ഉണ്ട്. ഇപ്പൊ ഇവിടെ തന്നെ നോക്കൂ, എത്ര പേര് ഇപ്പൊ ഇക്കൂട്ടത്തിൽ സന്യാസിമാരാന്ന് നമുക്കാർക്കും അറിയില്ല. കാരണം സന്യാസിത്വം ആന്തരികമാണ്, ബാഹ്യമല്ല. എങ്കിലും സാമ്പ്രദായികമായി സന്യസിച്ചത് നോക്കിക്കോളൂ. സാമ്പ്രദായികമായി സന്യസിച്ചവർ ഈ കോഴിക്കോട് എത്ര പേരുണ്ട് നോക്കുക. ഒന്ന് എണ്ണി നോക്കൂ, വിരലിൽ എണ്ണിക്കോളൂ. ഞാൻ പറഞ്ഞുതരാം. ഒരു 3 രാമകൃഷ്ണ ആശ്രമത്തിലുണ്ട്, 4, 5, 6, എല്ലാം കൂടി ഒരു 10-11 പേരെ ഇപ്പോൾ കോഴിക്കോട് സാമ്പ്രദായികമായി സന്യസിച്ചവർ ഞങ്ങളുള്ളൂ. അതിൻ്റെ എത്ര ഇരട്ടി ഗൃഹസ്ഥന്മാരുണ്ട്. അപ്പം ഗൃഹസ്ഥന്മാർ ചെയ്യേണ്ട പണി ചെയ്യാണ്ട് സന്യാസിനെ കുറ്റം പറയാൻ നടക്കണ എന്തിനാ? സന്യാസിമാർ ചെയ്യണില്ല, സന്യാസിമാർ നിനക്കൊക്കെ എന്താ പണി? ഇതൊന്നും വേണ്ട, ഈ സാമൂഹിക വിഷയങ്ങളൊന്നും വേണ്ട ഭഗവാനെ എന്നും പറഞ്ഞ് കല്യാണം കഴിക്കാണ്ട് മാറി തത്വോപാസനയുമായിട്ട് തത്വാനുസന്ധാനമായിട്ട് കഴിയുന്നവർ വേണോ ഈ പരിപാടി ചെയ്യുക? ഈ കാപട്ടി ആദ്യം ഒഴിവാക്കുക. അവനവൻ ചെയ്യേണ്ടത് ചെയ്യുക. ഒരു ചെറുവിരൽ അനക്കുക. എന്നിട്ട് നോക്കുക സന്യാസിമാർ ചെയ്യുന്നുണ്ടോ. എന്തെങ്കിലും അല്പം ചെയ്യുന്നുണ്ടെങ്കിൽ സന്യാസിമാരാ ചെയ്യണത്. സന്യാസി ചെയ്യണില്ല എന്നിട്ട് പറയാൻ എളുപ്പം കഴിയല്ലോ. ഓരോരുത്തർ ചെയ്യണം എന്താ നിങ്ങൾ അറിയണ്ടോ? എത്ര സന്യാസിമാർ ജീവൻ വെടിഞ്ഞിട്ടുണ്ട് ഈ പരിശ്രമത്തിൽ. ലക്ഷ്മണാനന്ദ സ്വാമികളുടെയൊക്കെ മുമ്പിൽ, സ്മൃതിയുടെ മുമ്പിൽ ഇപ്പൊ നമസ്കരിക്കുകയാണ്. തുണ്ടം തുണ്ടമായി ഛേദിക്കപ്പെട്ട ലക്ഷ്മണാനന്ദ സരസ്വതി സ്വാമികൾ, മറക്കരുത്. എന്താ സ്വാമിജി ചെയ്ത കുറ്റം? വനവാസി സഹോദരങ്ങളുടെ കൂടെ നിന്ന് അവർക്ക് ധർമ്മബോധം നൽകി, അവരെ കൊണ്ട് നാമം ജപിപ്പിച്ച്, അവരെ കൊണ്ട് ഹോമം ചെയ്യിപ്പിച്ച്, അവരുടേതായ ദേവതകളെ ഉപാസിപ്പിച്ച്, അല്ലാണ്ട് വിഷ്ണുവിനെയും ശിവനെ അല്ല, അവരുടേതായ ദേവതകളെ ഉപാസിപ്പിച്ച് സമ്പ്രദായ ശുദ്ധിയോടുകൂടി വന്നപ്പോ മതപരിവർത്തന ലോബികൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കാതെ വന്നു. കഷ്ണം കഷ്ണമാക്കി മുറിച്ചു. ഇങ്ങനെ എത്ര പേര്. ശ്രീരാമകൃഷ്ണദേവന്റെ നേരിട്ടുള്ള ശിഷ്യൻ ത്രിഗുണാതീതാനന്ദ സ്വാമികൾ. ത്രിഗുണാതീതാനന്ദ സ്വാമികളാണ് ഏഷ്യക്ക് പുറത്ത് ഹൈന്ദവ ക്ഷേത്രം ആദ്യമായി സ്ഥാപിച്ച മഹാൻ. ഈ സമീപകാലത്ത്, പണ്ടുള്ളത് നമുക്കറിയില്ല. അമേരിക്കയിൽ സാൻ ഫ്രാൻസിസ്കോയിൽ അവിടെ വേദാന്ത പ്രസംഗം ചെയ്തുകൊണ്ടിരിക്കെ നാടൻ ബോംബെറിഞ്ഞ് സ്വാമിജിയെ വീഴ്ത്തുകയാ ചെയ്യുന്നത്. ബോംബെറിഞ്ഞ ആള് 5 മിനിറ്റ് കൊണ്ട് മാനസിക രോഗിയായിട്ടോ. അപ്പൊ അങ്ങനെയാണല്ലോ. ഇപ്പൊ ഇവിടെ അങ്ങനെ തന്നെയാ. നമ്മൾ പരിശുദ്ധമായി ഭഗവതിയുടെ പ്രത്യക്ഷ രൂപമായി കാണുന്ന തുളസിയിലേക്ക് തൻ്റെ അടിവസ്ത്രം ഒന്ന് നീക്കി രോമമെടുത്ത് എറിയുന്നവൻ മാനസിക രോഗിയാവുന്നു ഇവിടെ കേരളത്തിൽ. അവന് എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈസൻസ് ഉണ്ടാവാൻ പാടുണ്ടോ? ഹോട്ടൽ ലൈസൻസ് ഉണ്ട് ഗുരുവായൂർ. ഹോട്ടൽ ലൈസൻസ് ഉള്ളവനാ. അവന് സ്വന്തമായി ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്. പാടുണ്ടോ? പാടില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഹോട്ടൽ ലൈസൻസ് അവൻ്റെ പേരിൽ ഉണ്ടാവുന്നത് മാനസിക രോഗിയാണെങ്കിൽ? കാരണം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള അധികാരം നമ്മുടെ കോൺട്രാക്ട് ആക്ട് അനുസരിച്ച് അനളിജ്ഡ് പോകും, വോയിഡായി പോകും. അയാൾ മാനസിക രോഗിയാണെന്ന് തെളിയിക്കപ്പെട്ടാൽ.
മാനസിക രോഗം ദോഷമൊന്നുമല്ല, എല്ലാവർക്കും മാനസിക രോഗമുണ്ട്, നമുക്കൊക്കെ ഉണ്ട് കുറച്ച്. പക്ഷേ അങ്ങനെ ഒരു ഡോക്ടർ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഒരു ലൈസൻസ് കൈവശപ്പെടുത്താൻ അധികാരമില്ല നിയമം അനുസരിച്ച്. പക്ഷെ നിർബാധം ഇതൊക്കെ നടക്കുന്നു. അങ്ങനെ അന്ന് അമേരിക്കയിൽ ഈ ബോംബ് എറിഞ്ഞ ആൾ മാനസിക രോഗിയായി. ഇന്നിവിടെ അത് തന്നെയാണ് നടക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ എത്ര ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ സന്യാസിമാരൊന്നും ചെയ്യുന്നില്ല എന്ന് ദയവായി പറയാതിരിക്കുക. പിന്നെ BJP സർക്കാർ കേന്ദ്രം ഭരിക്കുമ്പോൾ പോലും, BJP ഭരിക്കുമ്പോൾ എന്താണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണ് ഗവൺമെന്റ് ഭരിക്കുന്നത്. ഗവൺമെന്റ് ഹിന്ദുവിന് വേണ്ടി ഭരിക്കുന്ന ആളല്ല, ക്രിസ്ത്യാനിക്ക് വേണ്ടി ഭരിക്കുന്ന ആളല്ല, മുസ്ലിമിന് വേണ്ടി ഭരിക്കുന്ന ആളല്ല, രാഷ്ട്രത്തിന് വേണ്ടി ഭരിക്കുന്ന ആളാണ്. അവിടെ അന്യായമായിട്ട് മതപരിവർത്തനം നടക്കുന്നുണ്ടോ അതിനെ ചെറുക്കേണ്ടത് സമൂഹമാണ്. ന്യായമായിട്ട് മതപരിവർത്തനം നടക്കുന്നുണ്ടോ അത് നടത്താനുള്ള അധികാരം നിയമപ്രകാരം തന്നെ ഉണ്ട്. ഒരാള് ഒരു ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, മുസൽമാൻ ആയിക്കോട്ടെ, ഇതര മതഗ്രന്ഥങ്ങൾ പഠിച്ച് അത് ശ്രേഷ്ഠമാണെന്ന് ഉൾക്കൊണ്ട് അതിലേക്ക് മാറുന്നുണ്ടോ? എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. ഹിന്ദു മുസ്ലിമായ തെറ്റില്ല, മുസ്ലിം ഹിന്ദുവായ തെറ്റില്ല, ക്രിസ്ത്യാനിയായ തെറ്റില്ല, അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ത് പോയാലും തെറ്റില്ല, മനസ്സിലാക്കി പഠിച്ചിട്ടാണെങ്കിൽ. എന്നാൽ അജ്ഞാനവും ദാരിദ്ര്യവും മുതലെടുക്കപ്പെടുകയോ ചൂഷണം ചെയ്യപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് തടയപ്പെടേണ്ടതാണ്, ചെറുക്കപ്പെടേണ്ടതാണ്. ആ ചെറുക്കേണ്ടത് ഗവൺമെന്റ് അല്ല, സമാജമാണ്. ജാഗ്രതയുള്ളൊരു സമാജം ഉണ്ടെങ്കിൽ നടക്കില്ല. അതിന് കേരളത്തിലെ സ്ഥിതി നോക്കൂ. കേരളത്തിൽ എത്ര ശക്തമായിരുന്നു ക്രിസ്തീയ മതപരിവർത്തനം ഈ അടുത്ത കാലം വരെ. 1960, 70-കളിലൊക്കെ വലിയ മതപരിവർത്തനം നടക്കുന്ന സമയമാണ്. ഇപ്പൊ അത്ര ഇല്ലല്ലോ. എന്തുകൊണ്ട്? അത്രയ്ക്കധികം സന്യാസി ശ്രേഷ്ഠന്മാര്, സപ്താഹാചാര്യന്മാര്, നവാഹാചാര്യന്മാര്, ആധ്യാത്മിക പ്രഭാഷകന്മാര്, താന്ത്രികന്മാര്, മാന്ത്രികന്മാര് എല്ലാവരും സമൂഹത്തിൽ അവരവരുടേതായ പന്ഥാവിനനുസരിച്ച് ധർമ്മപ്രചരണം ശക്തമായി ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് തടയിടാൻ കഴിഞ്ഞത്. അത് സമാജത്തിന്റെ കർത്തവ്യമാണ്. അതിന് സന്യസിക്കൊന്നും വേണ്ട. ഒരാള് ന്യായമായി പഠിപ്പിച്ചുകൊണ്ട് ആരെയോ സ്വാധീനിക്കട്ടെ, വിരോധമില്ല. തെറ്റ് പ്രസംഗിച്ചുകൂടാ, തെറ്റ് പ്രചരിപ്പിച്ചുകൂടാ. ഈ കോഴിക്കോടുള്ള ഒരു ദൃഷ്ടാന്തം പറഞ്ഞുതരാം. കോഴിക്കോട് ജില്ലയിൽ കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച വേദാന്ത ക്ലാസ് ഉണ്ട്, ആരംഭം മുതൽ ഇന്നും ഉണ്ട്. ഇടക്കാലത്ത് കോവിഡ് ബാധ വന്ന അതിൻ്റെ പേരിലുള്ള നിയന്ത്രണങ്ങൾ നിലനിന്ന കാലഘട്ടത്തിൽ മാത്രമാണ് ആ ക്ലാസ് മുടങ്ങിയിരുന്നത്. ആ ക്ലാസ്സിൽ സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന 2 പേര് ക്ലാസ് കഴിഞ്ഞ് അവരുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. താമരശ്ശേരി അടുത്ത് കുറച്ച് ഉള്ളോട്ട് ഒരു ഗ്രാമമാണ് അവരുടേത്. 2-3 ബസ് മാറി കയറിയിട്ട് വേണം അവർക്ക് തിരിച്ചു പോകാൻ. അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ വലിയ ക്രിസ്തീയ പ്രസംഗം നടക്കുകയാണ്. പ്രസംഗം നടന്നപ്പോൾ ഇവരൊന്ന് പോയി കേൾക്കാൻ പോയി. നല്ലതാണ്, പറയണത്, എന്താ കുഴപ്പം? എല്ലാവർക്കും അവരവരുടെ ആശയപ്രചരണം ചെയ്യാനുള്ള അധികാരമുണ്ട്. എന്നാൽ അസത്യം പ്രസംഗിക്കുന്നു അവിടെ. പാപോഹം പാപകർമ്മോഹം എന്നുള്ള ശ്ലോകം ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ ഭഗവത്ഗീതയിൽ പാപത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പാപമോചനത്തിന് നിങ്ങൾ ക്രിസ്ത്യാനിയാവണം. കാരണം നമ്മുടെ പാപത്തെ ഇല്ലാതാക്കാനാണല്ലോ യേശുദേവൻ കുരിശേറിയത് എന്ന് പ്രസംഗിച്ചു. പാപത്തെ ഇല്ലാതാക്കാൻ യേശുദേവൻ കുരിശേറി എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല, അത് ക്രിസ്തീയ വിശ്വാസമാണ്. അതിനെ നമ്മൾ എതിർക്കില്ല. ഓരോ മതത്തിനും അവരവരുടെ മതം വിശ്വസിക്കാനുള്ള അധികാരമുണ്ട്. അത് നമ്മൾ എതിർക്കില്ല, നിന്ദിക്കില്ല. എന്നാൽ മറ്റേ തെറ്റാണ്. ഗീതയിൽ അങ്ങനെ ഒരു ശ്ലോകം ഇല്ല. ഇത് അറിയാത്തവനാണെച്ചാൽ കേട്ടുപോകും. പക്ഷെ ഇവർക്കറിയാം, കാരണം ഇവർ വേദാന്ത ക്ലാസ്സിൽ വന്ന് പഠിക്കുന്നവരാ ഗീത. അവർക്കറിയാം അങ്ങനെ ശ്ലോകം ഗീതയിലില്ല. ഉടനെ കയറി ചെന്നു ഒരാൾ, ഒറ്റയാളെ കയറി ചെന്നിട്ടുള്ളൂ സ്റ്റേജിലേക്ക്. തൻ്റെ അടുത്തോടു കൂടി കയറി ചെന്നു. പ്രസംഗിക്കുന്ന ആളുടെ നൃത്തം എവിടെയെന്നോ. എന്ത് സഹോദര,
സഹോദരനൊക്കെ പിന്നെ ഈ ശ്ലോകം നിങ്ങൾ ചൊല്ലുന്നതിന് ഒരു വിരോധവും ഇല്ല, ഇങ്ങനൊരു ശ്ലോകം ഉണ്ടെന്ന് ചൊല്ലിക്കോളൂ, പക്ഷെ ഗീതയിലുണ്ടെന്ന് പറയും. അത് ഗീതയിൽ ഉള്ളതാണ് സുഹൃത്തെ. ഉടനെ ഇയാൾ ബാഗ് തുറന്നു, ഗീത എടുത്തു. ഈ ഗീതയിൽ ഇതാണ് ഗീത, ഭഗവത്ഗീത 700 ശ്ലോകങ്ങൾ, ഇതിൽ ഈ ശ്ലോകം കാണിച്ചു തരണം, എന്നാൽ ഞാനും നിങ്ങളുടെ പ്രസംഗം കേട്ടിരിക്കാം. അയ്യോ, അത്രയ്ക്കൊന്നും നോക്കാനുള്ള സമയം ഇവിടെ ഇല്ല. എങ്കിൽ ഈ തോന്നിയാസം പറയരുത്, ഗീതയിൽ അതില്ല. അപ്പോ ഇതൊരാളാണല്ലോ, ഇത്രയും തൻ്റെ ഇടത്തോടു കൂടി ഇയാൾ പറഞ്ഞത് കേട്ടപ്പോൾ അവര് വിചാരിച്ചു സംഘടിതമായിട്ട് ഇവരാരൊക്കെയോ വന്നിട്ടുണ്ട്, കത്തി കഠാര ബോംബൊക്കെ ഉണ്ടാവും. ഉടനെ ഭാഷ മാറ്റി, അല്ല സഹോദര, അത് ഒരതും ഇല്ല, നിങ്ങൾ പബ്ലിക്കായി പ്രസംഗിച്ചു, എന്നാ മാപ്പ് പറയണം. കർത്താവിനെ ഓർത്തു എന്നൊക്കെ പറഞ്ഞെങ്കിലും ഏവൻ കയറി പിടിച്ചു, മര്യാദയ്ക്ക് പറടാ. ഉടനെ അയാൾ മാപ്പ് പറഞ്ഞു, ആ ശ്ലോകം ഗീതയിലുള്ളതല്ല, ഞാൻ തെറ്റായി പറഞ്ഞതാണ്, നിങ്ങളെല്ലാം പൊറുക്കണം. ശരി, ഇനി പ്രസംഗിച്ചോ. ഇത് തെറ്റാണ്. നേരെ മറിച്ച് ഒരു ഇസ്ലാമിന്, ഒരു ഹിന്ദുവിന്, ഒരു ക്രിസ്ത്യാനിക്ക്, ഏത് മതത്തിൽപ്പെട്ട ആൾക്കായാലും അവനവന്റെ വിശ്വാസത്തെ പ്രചരിപ്പിക്കാനുള്ള അധികാരമുണ്ട്. അതിന് ഒന്നിലില്ലാത്തതിനെ പറഞ്ഞും കൊണ്ട്, ഖുറാനിൽ ഇല്ലാത്ത ആശയത്തെ പറഞ്ഞും കൊണ്ട് ഞാൻ ഖുറാനെ വിമർശിക്കുകയാണ്, അല്ലെങ്കിൽ ബൈബിളിൽ ഇല്ലാത്ത ആശയത്തെ പറഞ്ഞും കൊണ്ട് ഞാൻ ബൈബിളിനെ വിമർശിക്കുകയാണെങ്കിൽ അപ്പൊ നിർത്താൻ പറയണം. ഉള്ളതിനെ പറയുകയാണെങ്കിൽ അധികാരമില്ല, അത് ഉണ്ടെന്ന് സമർത്ഥിക്കാൻ എനിക്കും കഴിയണം. ഈ ജാഗ്രതയുള്ളൊരു സമൂഹം രൂപപ്പെട്ടു കഴിഞ്ഞാൽ ഒരു സംശയവും പിന്നെ മതപരിവർത്തനം നടക്കില്ല. മുമ്പ് പരമപൂജനീയ സത്യാനന്ദ സരസ്വതി സ്വാമികൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വിഷയമുണ്ട്, അത് നേരിട്ട് എനിക്ക് പ്രയോഗിക്കേണ്ടി വന്നു. ആദ്യത് സത്യാനന്ദ സ്വാമി പ്രയോഗിച്ചതാ, പക്ഷെ എനിക്ക് അതേപടി പ്രയോഗിക്കേണ്ടി വന്നു. എവിടുന്നാന്ന് ചോദിച്ചാൽ, ഇടുക്കി ജില്ലയിൽ അടിമാലിക്ക് അടുത്തൊരു സ്ഥലത്ത് പോയപ്പോൾ അവിടുന്ന് കുറേ പേര് കാണാൻ വന്നു. അവരെല്ലാം വനവാസികളാണ്. ആ വനവാസികളുടെ ഗ്രാമത്തിൽ പോയിട്ട്, ഊരിൽ പോയിട്ട് ക്രിസ്തീയ പ്രവർത്തനം ചെയ്യുന്നവര് അവരുടെ ദേവതാ വിഗ്രഹങ്ങളെയൊക്കെ വെള്ളത്തിലേക്ക് ഇടുകയാണ്. അപ്പൊ അതൊക്കെ താണുപോകും. അപ്പൊ വെള്ളത്തിൽ സ്വയം രക്ഷപ്പെടാൻ പറ്റാത്ത ദൈവങ്ങൾക്ക് നിങ്ങളെ എങ്ങനെ രക്ഷിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അവൻ മരക്കുരിശിടുകയാണ്. അപ്പൊ മരക്കുരിശ് പൊന്തിക്കിടക്കും. അപ്പൊ കുറെ പേര് മതം മാറി. അപ്പം മൂപ്പൻ അടക്കമുള്ളവർ നമ്മളെടുത്ത് വന്നിരുന്നു, എന്താ സ്വാമി ഇതിന് പരിഹാരം? ഞാൻ പറഞ്ഞു, നമ്മൾ ജലപരീക്ഷയിലല്ല വിശ്വസിക്കുന്നത്, അഗ്നി പരീക്ഷയിലാണ്. ഇത് ചിദാനന്ദപുരി സ്വാമിയുടെ വാക്കല്ല, പരംപൂജ്യ സത്യാനന്ദ സരസ്വതി സ്വാമികൾ നമ്മൾ ഈ പറയുന്നതിൻ്റെയും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. അപ്പൊ സ്വാമിജിയെ മനസ്സിൽ നമസ്കരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വാക്ക് പറഞ്ഞത്. നമ്മൾ ജലപരീക്ഷയിലല്ല വിശ്വസിക്കുന്നത്, അഗ്നി പരീക്ഷയിലാണ്. ഈ വിഗ്രഹങ്ങളൊക്കെ തീയിലിടുക, അവന്റെ കുരിശും തീയിലിടുക, ഏതാ കത്തുക? ഇത് തന്നെയാണ് വഴി. ഇവിടെ നാളെ സ്വാമി കുരിശ് കത്തിക്കാൻ ആഹ്വാനം ചെയ്തു എന്ന് ആരും പറഞ്ഞേക്കരുത്, പറഞ്ഞിട്ടില്ല, പറയൂല. ഏതൊരു മതചിഹ്നത്തെയും ബഹുമാനിക്കണം എന്നതാണ് എൻ്റെ ആദർശം. മറിച്ച് ഇങ്ങോട്ട് നിന്ദിക്കാൻ വന്നാൽ അതിന്റെ 10 ഇരട്ടി അങ്ങോട്ടും നിന്ദിക്കേണ്ടി വരും. യഥാമാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം എന്ന് ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് രീതിയിലാണോ ഇങ്ങോട്ട്, അതേ രീതിയിലായിരിക്കും അങ്ങോട്ടും. അല്ലാണ്ട് ഇവിടുന്ന് ആ ചുമരിലേക്ക് 5 മീറ്റർ, അവിടുന്ന് ഇങ്ങോട്ട് 2 മീറ്റർ, അത് നടപ്പില്ല. ഇവിടുന്ന് അങ്ങോട്ട് 5 മീറ്റർ ആണെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ടും 5 മീറ്റർ തന്നെയാണ്. ഞാൻ ആരെയും നിന്ദിക്കാൻ പോകുന്നില്ല, എൻ്റെ വിശ്വാസങ്ങളെയും സങ്കല്പങ്ങളെയും നിന്ദിക്കാൻ നിന്നെയും അനുവദിക്കില്ല. ഈ തുല്യ ദൂരം, തുല്യ സ്നേഹം, പരസ്പര ആദരവ് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഒന്നിനെ പറ്റി പറയുമ്പോൾ അത് മിത്ത്, മറ്റതിനെ പറയുമ്പോൾ അത് സത്ത്, അത് ശരിയാവില്ല. ഒന്നിനെ പറ്റി പറയുമ്പോൾ അത് ഡെങ്കു ഫീവർ, മലേറിയ, മറ്റതിനെ പറ്റി പറയുമ്പോൾ അത് പോഷക സമൃദ്ധം, അത് പറ്റില്ല. ഇതൊക്കെ മനസ്സിലാക്കാനുള്ളൊരു അവബോധം സമാജത്തിന് വേണം. ശ്രദ്ധിക്കുക. അപ്പൊ അതുകൊണ്ട് അറിയുന്നവര് അറിയിക്കാൻ പരിശ്രമിക്കുക.
ദാരിദ്ര്യത്തെയും അജ്ഞതയെയും എൻ്റെ ഗ്രാമത്തിൽ ചൂഷണം ചെയ്യപ്പെടില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുക. അപ്പൊ എന്തു വേണ്ടി വരും? തന്നാൽ കഴിയുന്ന രീതിയിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുടെ ഗൃഹങ്ങളിൽ സമ്പർക്കം ചെയ്യേണ്ടി വരും. തൊട്ടുകൂടാ തീണ്ടിക്കൂടാന്നും പറഞ്ഞ് മാറി നിർത്തരുതാരെയും. എല്ലാരെയും ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിയണം. സ്നേഹത്തിന്റെ ചേർത്ത് പിടുത്തമുണ്ടെങ്കിൽ, നമ്മൾ ഒന്നാണെന്നുള്ള വാക്കല്ല പ്രവൃത്തി ഉണ്ടെങ്കിൽ, എങ്ങനെയാ അജ്ഞാനവും അറിവില്ലായ്മയും ചൂഷണം ചെയ്യപ്പെടുക? ഇതില്ലാതെ നമ്മളൊക്കെ ഒരു വരേണ്യ വിഭാഗം, മറ്റതൊക്കെ വേറൊരു വിഭാഗം, താ നേരത്തെ പറഞ്ഞേ ദളിത എന്ന കാഴ്ചപ്പാട് എത്ര കാലം വരെ തുടരുമോ അത്രയും കാലം മതപരിവർത്തനം നടക്കും. അതുകൊണ്ട് മതപരിവർത്തനം ചെയ്യുന്നവരെ അല്ല കുറ്റം പറയേണ്ടത്. കാരണം അവരുടെ വിശ്വാസം അനുസരിച്ച് ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് മതപരിവർത്തനം ചെയ്യുന്നത്. അവനവന്റെ വിശ്വാസത്തിലേക്ക് ഒരാളെ കൊണ്ടുവരുന്നത് ഏറ്റവും പുണ്യകർമ്മമാണ് അവരെ സംബന്ധിച്ച്. അത് ചെറുക്കപ്പെടേണ്ട, എതിർക്കപ്പെടേണ്ടതാകണം നമ്മെ സംബന്ധിച്ച്. അത് സ്നേഹത്തിലൂടെയേ സാധിക്കൂ, അല്ലാതെ പ്രസംഗത്തിലൂടെ സാധിക്കില്ല. അതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. മരണവീട്ടിൽ കത്തിച്ച വിളക്ക് പെൺമക്കളില്ലാത്തത് കൊണ്ട് ദഹിപ്പിച്ചതിന് ശേഷം അണയ്ക്കേണ്ടതുണ്ടോ? ഈ പെൺകുട്ടികളില്ലാത്തതെന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ലേ? പെൺമക്കളില്ലാത്തത് കൊണ്ട് എന്താ അവിടെ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും എന്താ വിശേഷം? ശ്മശാനാദി കർമ്മങ്ങള്, അനന്തരമുള്ള പിണ്ടദാനാദി ക്രിയകള്, അനന്തരമുള്ള ശ്രാദ്ധാദി കർമ്മങ്ങള് ചെയ്യാൻ ആണിനും പെണ്ണിനും ഒരുപോലെ അധികാരമുണ്ട്. അഗ്നിക്രിയ ചിത കൊളുത്താനും അതിനനുസരിച്ചുള്ള മറ്റ് ശ്മശാന കർമ്മങ്ങൾ ചെയ്യാനും ആണിന് അധികാരമുണ്ടെങ്കിൽ പെണ്ണിനും അധികാരമുണ്ട്. ഇല്ലെങ്കിൽ സംസ്കൃതത്തിൽ പുത്രി എന്നുള്ള ശബ്ദം ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു. പുത്രഹ എന്നുള്ള ശബ്ദത്തിന് തുല്യമായി സ്ത്രീലിംഗത്തിൽ പുത്രി എന്നുള്ളത് കൊണ്ട് ആണിനും പെണ്ണിനും തുല്യ അധികാരമാണ് ഈ വിഷയത്തിൽ നമ്മുടെ ആചാര്യന്മാർ കൽപ്പിച്ചതെന്ന് മനസ്സിലാക്കാം. ഇനി ദഹിപ്പിച്ചതിന് ശേഷം അണയ്ക്കേണ്ടതുണ്ടോ? വീട്ടിൽ കത്തിച്ച വിളക്ക് ആശൗചം പൂർത്തിയാവുന്നത് വരെ അണയ്ക്കാറ് പതിവില്ല. അതുകൊണ്ടാണ് ഈ മരണം നടന്ന ഗൃഹങ്ങളിൽ വിളക്ക് കത്തിക്കുന്നില്ല എന്ന് പറയണത്. കാരണം കത്തിക്കണമെങ്കിൽ കെടുത്തണ്ടേ? കെടുത്താറില്ല, കെടുത്തരുത്. അത് ആശൗചം പൂർത്തിയാവുന്നത് വരെ ജ്വലിപ്പിച്ചിരിക്കുക ചെയ്യുക, അങ്ങനെയാണ് വേണ്ടത്. അവിടെയാണ് പെണ്ണ് വ്യത്യാസമൊന്നുമില്ല. ഇതെന്താ ഈ ചോദ്യം എങ്ങനെയാ വന്നു എന്നറിയില്ല. എന്തായാലും ഈ വിഷയത്തിൽ സ്ത്രീ പുരുഷാദി ഭേദകൽപ്പനകൾ ആവശ്യമില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയട്ടെ. ഏതായാലും നമുക്ക് നാളെ കൃത്യസമയത്തിന് ഒത്തുചേർന്ന് തുടരാം.